അവൻ അയൽവാസിയെ മറന്നു പോകൂല, കൂടെ പഠിച്ചവനെ മറന്നു പോകൂല, കൂടെ ജോലി ചെയ്യുന്നവനെ മറന്നു പോകൂല, കൂടെയുള്ളവനെ വിസ്മരിച്ചു പോകൂല. വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൽ അവൻ മുൻപന്തിയിലാണ്. നന്മകളാകുന്ന നന്മയിലൊക്കെയും അവൻ നേരിൽ മുന്നിലാണ്. അങ്ങനെയുണ്ട് ചില ജനങ്ങള്. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു ഭൗതിക ലോകത്ത് എന്ത് കൊടുത്താലും ഇനി എന്ത് കൊടുത്തില്ലെങ്കിലും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വസ്സമറാത് വൽഅൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇന്ന് എന്റെ കയ്യിൽ പണം ഉണ്ട് എന്നതുകൊണ്ട് നാളെ ഞാൻ പണമുള്ളവനായി കൊള്ളണം എന്നില്ല. ഇന്ന് എന്റെ കയ്യിൽ അധികാരമുണ്ട് എന്നതുകൊണ്ട് നാളെ അധികാരമുണ്ടായി കൊള്ളണം എന്നില്ല. ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നൊരു ഭരണാധികാരി, അയാൾ പോലും അറിയാതെ ജയിലിലായ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം മരണപ്പെട്ടു പോയി. മരിച്ചത് ജയിലിലായിട്ടാണ്, വീട്ടു തടവലിലാണ് മരിച്ചു പോയത്. തടയാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് ഫിർഔനിന് സംഭവിച്ചൊരു സംഭവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈജിപ്ത് ഭരണം നടത്തുന്ന ഭരണാധികാരി ഒരൊറ്റ രാത്രിയിൽ വീട്ടു തടങ്കലിലായി പോയി. കിടക്കുന്ന സമയത്ത് അധികാരിയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ അധികാരം കയ്യിലില്ല. ഉറങ്ങുമ്പോൾ സ്വന്തം പട്ടാളമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് കിടന്നുറങ്ങിയ ഭരണാധികാരിയാണ്. നേരം വെളുത്ത് നോക്കുമ്പോൾ പട്ടാളം തോക്ക് ചൂണ്ടുന്നത് ഭരണാധികാരിക്ക് നേരെയാണ്. വീട്ടു തടങ്കലിലാണ്, പുറത്തേക്ക് ഇറങ്ങിയാൽ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ജീവിച്ചോളണം, ആവശ്യമുള്ളതൊക്കെ വീട്ടിലെത്തിച്ചു തരാൻ ഇവിടെ ആളുകളുണ്ട്. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ അനുമതിയില്ല. ഇന്ന് ഭരണാധികാരിയാണ്, നാളെ പാപ്പറാണ്, നാളെ ഫഖീറാണ്. സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ അധികാരമില്ലാത്തവനാണ്. അല്ലാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അധികാരത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു അധികാരിയെ, റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ലോകത്ത് കാണിക്കാനില്ല. ആ റബ്ബ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ട് പരീക്ഷിക്കും. അതേ റബ്ബ് തന്നെ തന്നത് തിരിച്ചു ചോദിച്ചിട്ട് പരീക്ഷിക്കും. ആ റബ്ബ് തന്നെ ചിലപ്പോൾ തന്നതിൽ തന്നെ നിലനിർത്തിയിട്ടും പരീക്ഷിക്കും. ചിലപ്പോഴോ തന്നതിൽ ഇങ്ങനെ സിയാദത്ത് തന്ന് അധികരിപ്പിച്ച് പരീക്ഷിക്കും. എല്ലാം പരീക്ഷണം തന്നെ. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, മിനൽ ഖൗഫി, ജനങ്ങളെ നിങ്ങളെ ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യനല്ല ബോധ്യപ്പെടുത്തിയില്ലേ? എല്ലാ ഭരണാധികാരികളെയും അല്ല ബോധ്യപ്പെടുത്തിയില്ലേ? അവരൊക്കെ ചെറിയ കണ്ണിൽ കാണാനില്ലാത്ത കൊറോണ എന്ന് പറയുന്നൊരു ജീവി അയാളുണ്ട് എന്നാണ് പലരും പറയുന്നത്. കൊറോണ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. ചിലര് പറയുന്നത് അങ്ങനെ ജീവി ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല. എന്തോ ആകട്ടെ, മനുഷ്യൻ പേടിച്ചിട്ടുണ്ടോ? പേടിച്ചിട്ടുണ്ട്. ആര് പേടിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്? നമ്മുടെ മംഗലാപുരത്ത് BC റോഡിൽ ജീവിക്കുന്ന നമ്മളോ, അല്ല കേരളത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ജീവിക്കുന്ന ഞാനോ പേടിച്ചു എന്നല്ല പറയുന്നത്. ലോകാടിസ്ഥാനത്തിലുള്ള സർവോപരി എല്ലാ ഭരണാധികാരികളും ഭയപ്പെട്ടു പോയി. ഞങ്ങള് ഭയപ്പെടൂല, ഞങ്ങള് ലോകം മടക്കി വരിക്കുന്ന പോലീസ് എന്ന് പറഞ്ഞ ഭരണാധികാരി പോലും മാസ്ക് ധരിക്കാതെ പിന്നെ പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. അല്ലാഹു ഭയം കൊണ്ടങ്ങ് പരീക്ഷിച്ചപ്പോ തടുക്കാൻ കഴിയുന്നവനില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മോനെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു കളയും. മുസ്ലിയാരെ, എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, അങ്ങനെ എനിക്ക് പട്ടിണിയൊന്നും പെട്ടെന്ന് ഉണ്ടാകൂല എന്ന് ചിലപ്പോ നമുക്ക് തോന്നിയേക്കും. ഓ മുസ്ലിമേ, പണമുള്ളത് കൊണ്ട് നിന്റെ വിശപ്പ് തീർക്കാൻ കഴിയൂല. പണമുള്ളത് കൊണ്ട് നിന്റെ വിശപ്പ് കെടുത്താൻ കഴിയൂല. പണമുള്ളത് കൊണ്ട് നിന്റെ പശയടക്കാൻ കഴിയൂല.
വിശന്ന് വലയുന്ന മുതലാളിയാണ്. ഡോക്ടർമാര് വിധി എഴുതുന്നതൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂല എന്നാണ്. ലോകത്ത് എത്ര ആളുകളുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. കുറ്റ്യാടി സിറാജുൽ ഹുദക്ക് വലിയൊരു സംഭാവന തന്നൊരാള്. അയാൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോഴാണ് അയാൾ സംഭാവന തന്നത്. പാവപ്പെട്ട മുത്തഅല്ലിം അദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടി ബോംബെ ഹോസ്പിറ്റലിൽ പോയി. കാണാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറയാണ്, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക മാസത്തിൽ എനിക്ക് വരുമാനമാണ്. എന്റെ മക്കൾക്ക് പോലും എന്റെ വരുമാനം അറിയില്ല. ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ട, എന്റെ മക്കളോട് പോലും അത് പറയാൻ പാടില്ല. ഞാൻ അപ്പൊ തന്നെ റബ്ബിനോട് ആയിരുന്നു, പഠിച്ചോനെ എത്രയാണെന്ന് നീ മറപ്പിച്ച് കളയണേ അല്ലാഹ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. എന്താ കാരണം? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലത് നമുക്ക് തോന്നും അതിങ്ങനെങ്കിലും അറിയണമായിരുന്നു. നമുക്കത് അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അറിഞ്ഞത് കൊണ്ട് ഒരു ഫലം ഉണ്ടാകൂല. അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഇബ്ലീസ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും. അത് എനിക്കും തിരിയണമായിരുന്നു, എനിക്കും അറിയണമായിരുന്നു, എന്തായിരിക്കും അത് ഇങ്ങനെ തോന്നും. യഥാർത്ഥത്തിൽ അത് അറിയുന്നത് നമുക്ക് നഷ്ടമാണ്. അതറിയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാളെ പറ്റി ഒരാള് ഗീബത്ത് പറയുമ്പോ അവിടെ പോയി നമ്മളെ കാത് വെച്ചു കൊടുത്താൽ, അവിടെ പോയി അവന്റെ കുറ്റം നമ്മുടെ കാതിന് ശ്രവിച്ചു കൊടുത്താൽ, ഏത് സമയത്തും അവനെ കാണും അവന്റെ ആ തിന്മ നമ്മളെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അയാളെ നിസാരനാക്കാൻ നമ്മളത് കാരണക്കാരനാണ്. അയാൾ ആ തിന്മ സംഭവിച്ചിട്ട് അന്നത്തെ നിമിഷം തന്നെ റബ്ബിനോട് പാപമോചനം നേടി പൊറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പറ്റി നമ്മൾ വേണ്ടാത്തത് മനസ്സിലെന്ത് ധരിച്ചു, അതിന് പരിപൂർണമായി റബ്ബിന്റെ അടുക്കൽ ഞാൻ ഉത്തരവാദിതല്ലേ. അങ്ങനെയുള്ള ചിന്ത നമ്മളെ മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ മനസ്സിൽ അത്തരം ചിന്തകൾ വരുന്നുണ്ടോ? അതിന്റെ പേരിൽ റബ്ബിന്റെ അടുക്കൽ നമ്മൾ കുറ്റവാളി തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഈമാനുള്ള വിശ്വാസികളോട് പറയുന്നു, ഒരിക്കലും നമ്മൾ അറിയണ്ടാത്ത കാര്യം അറിയണം എന്ന് ചിന്തിക്കാൻ പാടില്ല. അറിയണ്ട എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കാനാണ് കൂടുതൽ നമ്മൾ താല്പര്യപ്പെടേണ്ടത്. എല്ലാം ഞാൻ അറിയണമെന്ന ചിന്തയുണ്ടല്ലോ, അത് കൈയൊഴിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മഹാനായ അബുൽ ലൈത്ത് റഹിമഹുല്ലാഹ് മഹാനവറുകളെ പറയാണ്, അലാമത്തുൽ ഇസ്തിഖാമ, ഓനെ നീ ശരിയായ റൂട്ടിൽ ജീവിക്കുന്നവനാണോ? ശരിയായ റൂട്ടിൽ ജീവിക്കുന്നവനാണോ? നിനക്കുള്ള അടയാളം തീർച്ചയായും 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് 10 കാര്യം? മഹാനായ അബുൽ ലൈത്ത് റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഇസ്തിഖാമത്തിന് എല്ലാ ദിവസവും നിസ്കാരത്തിൽ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹ് നീ ഞങ്ങളെ ശരിയായ വഴിയിൽ വഴി നടത്തണേ അല്ലാഹ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹ് ശരിയായ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരുടെ വഴിയിലല്ല, നിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നവരുടെ വഴിയിലല്ല, നിന്റെ വെറുപ്പ് ജീവിതത്തിൽ സമ്പാദിച്ചെടുക്കുന്നവരുടെ വഴിയിലല്ല, മറിച്ചോ മോനെ നീ അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിലേകളും ആ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. പിഴച്ചുപോയ അടിമകളുണ്ടല്ലോ, അവരെ വഴിയിലുമല്ല അല്ലാഹ്. ശരിയായ നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാരില്ലേ, ശരിയായ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സ്വാലിഹീകളില്ലേ, അവരെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഏതൊരു മുഅ്മിനിന്റെയും പ്രാർത്ഥനയാണ്, ഏതൊരു വിശ്വാസിയുടെയും പ്രാർത്ഥനയാണ്, അല്ലാഹ് നീ ഞങ്ങളെ ശരിയായ വഴിയിൽ വഴി നടത്തണം, പേച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തല്ല അല്ലാഹ്. ആ വഴിയിലായി ജീവിക്കുന്നവനാണോ അവന് 10ഓളം അടയാളങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നാണ് മഹാനായ അബുൽ ലൈത്ത് റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നത്. അല്ലവ്വലു, അതിലൊന്നാമത്തത് എന്താണ്? ഹിഫ്ളുൽ ലിസാൻ അനിൽ ഗീബത്തി.
അവന്റെ നാവിനെ തൊട്ടവൻ സൂക്ഷിക്കുന്നവനാണ്. എന്തിനെ തൊട്ട് സൂക്ഷിക്കുന്നതാണ്? അവന്റെ നാവിനെ ഗീബത്തിനെ തൊട്ട് സൂക്ഷിക്കുന്നതാണ്. അവന്റെ നാവ് കൊണ്ട് അവൻ ഗീബത്ത് പറയൂല. ശരിയായ ഇസ്തിഖാമത്തുള്ളവനാണോ, ശരിയായ നിലക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണോ, ഒരാളെയും കുറ്റം പറയൂല, ഒരാളെയും ഇകഴ്ത്തൂല. ഇതില്ലാത്തവന് യഥാർത്ഥത്തിൽ നല്ല മജ്‌ലിസിൽ ഈമാനുള്ളവനായി ജീവിക്കാൻ കഴിയൂല. ഞാൻ ഈ അടുത്ത് എന്റെ ഒരു പ്രസംഗം യൂട്യൂബിലുള്ള ഒരാൾ എനിക്ക് അയച്ചു തന്നു. പ്രസംഗത്തിന്റെ ഹെഡിങ് കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെയുണ്ട് ഓൺലൈനിൽ പരിപാടി. ഏതാണ് ഓൺലൈനിൽ നിന്നും എനിക്കറിയില്ല, ഏതാ ലൈവ് എന്നൊക്കെ എനിക്കറിയില്ല. അല്ലാഹു തആല എല്ലാ ദീനിന്റെ വഴിയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. എന്താണ് യൂട്യൂബിലെ ഹെഡ്? എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, എന്റെ ബാപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ നേരെ എഴുതിയിരിക്കുകയാണ്, ബാപ്പ എന്നെ തല്ലി. എന്തിന് തല്ലി? അങ്ങനെയാണ് ഇപ്പോ ഹെഡിങ് ഒക്കെ. കാരണം ജനങ്ങൾ എങ്ങനെങ്കിലും ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയുള്ള പ്രചോദനത്തിന് വേണ്ടിയായിരിക്കാം, നല്ല നിയ്യത്തോടെയാണ്. പക്ഷെ ഞാനിത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പടച്ച റബ്ബേ, എനിക്കെപ്പോഴാ തല്ല് കിട്ടിയത്? ഞാൻ എപ്പോഴാണ് ഇത് പറഞ്ഞത്? എന്താണ് സംഭവം? ഞാൻ കേട്ടു നോക്കുമ്പോ എന്താണ്, എന്നെ ബാപ്പ തല്ലിയതാണ്. എന്തിനാ തല്ലിയത്? ബാപ്പക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാപ്പയും കേട്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയോ? ഞാൻ എൻ്റെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അയൽവാസിയായ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ തന്നു. എന്താണ് ആ പേപ്പറിലുള്ളത്? പടക്കം പൊട്ടിക്കുന്ന മസ്അലയെ കുറിച്ചാണ്. പടക്കം പൊട്ടിക്കുന്ന മസ്അലയെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ ഉസ്താദ് എഴുതിയ ഒരു രേഖയാണ്. ഇത് വായിച്ചിട്ട് എന്റെ വാപ്പ എന്നെ പടക്കം പൊട്ടിക്കാൻ അനുവദിക്കാറില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ പെരുന്നാളിന് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചാലും എന്നെ അനുവദിക്കാറില്ല. വാപ്പ കാണാതെ പൊട്ടിക്കാൻ ശ്രമിച്ചാലും അനുവദിക്കാറില്ല. അതിനുള്ള എല്ലാ വഴികളും വാപ്പ അടച്ചു വെക്കാറുണ്ട്. വാപ്പ പറയും, മോനെ ദൂർത്തടിക്കാൻ പാടില്ല. അപ്പൊ മഹാനായ ഉസ്താദ് അവരുടെ ഒരു രേഖ ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്ത് ദീനാണ് അറിയുന്നത്? ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ മഹാനായ സൈനുദ്ദീൻ ഉസ്താദിനെ ഞാൻ ഇങ്ങനെ നിലക്ക് സംസാരിച്ചപ്പോ വാപ്പ കേട്ടിട്ട് എന്നെ തല്ലിയിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് എന്നറിയോ? മോനെ, ഒരൊറ്റ ആലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല. നിന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ് പണ്ഡിതൻ. അതേപോലെ ഒരു വലിയൊരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചോ അല്ലാത്ത പക്ഷത്തിലോ കെട്ടാൻ പാടില്ല, നിസാരപ്പെടുത്താൻ പാടില്ല. അത് ഈമാനിന് പോലും കേട് സംഭവിക്കുന്നതാണ്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ ബാപ്പ എന്നെ അടിച്ചു പഠിപ്പിച്ചതാണ്. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏത് ആലിമീങ്ങളെ കണ്ടാലും, ഏത് സയ്യിദന്മാരെ കണ്ടാലും ഞാൻ അവരെ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് ആരോ പറഞ്ഞു, സിറാജുദ്ദീൻ ഖാസിമിയാണ് മറ്റന്നാൾ എടുത്ത പ്രസംഗം എന്ന് പറഞ്ഞു. ഞാൻ എന്തോ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ്, അല്ലാഹു എല്ലാ ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണെന്ന് ഓർക്കുന്നു, ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ട്രെയിനിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ബേക്കിലിരിക്കേണ്ട, മുന്നിലാണ് ഉസ്താദുള്ള, ഉസ്താദിനെ കാണൂല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, പരിചയപ്പെട്ടു, നമ്പർ വാങ്ങി. മെനഞ്ഞാന്ന് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മൾ ഒരാലിമീങ്ങളെയും ബഹുമാനിക്കാനല്ലാതെ ഒരാലിമീങ്ങളെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. പ്രസംഗിക്കുന്ന എനിക്കൊരിക്കലും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ഒരു പ്രസംഗിക്കുന്ന ആൾക്കും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ദുആ ചെയ്യാൻ വരുന്ന ഒരു സയ്യിദും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. വലിയവനാകണോ? നീളം കൊണ്ട് വലുതായിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ആ മൈക്കിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഓപ്പറേറ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നന്നാക്കുന്നത്? ഞാൻ നന്നാക്കൂലേ? ഞാൻ പറഞ്ഞു, ഇതെല്ലാ ദിവസവും എനിക്ക് ഇത് വലുതാക്കലാണ് പണി. കാരണം ഞാൻ അല്പം സാധാരണക്കാൾ കൂടുതൽ ഹൈറ്റ് അല്പം കൂടുതലുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് വലുതാക്കൽ തന്നെ എനിക്ക് പണി. അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷനാകേണ്ടതില്ല. ഞാൻ കുറെ നീളമുള്ളത് കൊണ്ട് വലുതാകൂല, കുറെ തടിയുള്ളത് കൊണ്ട് വലുതാകൂല.
ജനങ്ങളൊക്കിടയിൽ വലുതായതുകൊണ്ട് വലുതാകൂല, ജനങ്ങളൊക്കിടയിൽ മാന്യനായതുകൊണ്ട് മാന്യനാകൂല, ജനങ്ങളിടയിൽ നല്ലവനായതുകൊണ്ട് നല്ലവനാകൂല. നല്ലവനാകണോ? സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നല്ലവനാകണോ? ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ പ്രിയറായ ഹൃദയം വേണം. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നല്ല മനസ്സ് വേണം. അതില്ലാതെ ലോകത്തൊരു മനുഷ്യനും നന്നാകാൻ കഴിയൂല. ജനങ്ങളെ മുന്നിൽ ചിലപ്പോൾ തൽക്കാലം നല്ലവനായി അഭിനയിക്കാൻ കഴിഞ്ഞേക്കും, ജനങ്ങളെ മുന്നിൽ തൽക്കാലം നല്ലവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പണിയെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അള്ളാന്റെ മുന്നിൽ നല്ലവനല്ലെങ്കിൽ അതിന് പച്ച പിടിക്കൂല, അത് അധികകാലം നിലനിർത്തി കിട്ടൂല. നന്നാകേണ്ടത് ആരെ മുന്നില? സിട്ടാവായ റബ്ബിന്റെ മുന്നില. ആ റബ്ബിന്റെ മുന്നിൽ നന്നായാലേ മനുഷ്യൻ തന്നെ നന്നാവുകയുള്ളൂ. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്റെ വയത് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ ഇകഴ്ത്താൻ പാടില്ല, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ നിസാരപ്പെടുത്താൻ പാടില്ല. ഇത് പറയുമ്പോ നമ്മളെ മനസ്സ് തോന്നും മുസ്ലിയാരെ ആലിമീങ്ങളെ മാത്രമാണോ? അല്ല, അല്ല. ഒരു മനുഷ്യനെയും മികഴ്ത്താൻ പാടില്ല, ഒരു മനുഷ്യനെയും ചെറുതായി കാണാൻ പാടില്ല, ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല. പണ്ഡിതന്മാരെ മാത്രമല്ല, ഒരാളെയും ചെറുതായി കാണാൻ നമുക്ക് നിർവാഹമില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാം സുബ്കി, മഹാനായ ഇമാം സുബ്കി. നിങ്ങൾ കുറെ ദൂരെ ആയതുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് എപ്പോഴും ഇഷ്ടം എല്ലാവരോടും അടുക്കാനാണ്. എനിക്ക് നിങ്ങൾ കുറച്ച് കയറി ഇരുന്നോ എന്ന് പറയാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ സംഘാടകർ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്പം കുറച്ച് മുന്നോട്ട് കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ. ഞാൻ കുറെ ദൂരം ഓടിയിട്ടാണ് വന്നത്. ഇന്നലെ നിങ്ങളെ കർണാടകയിൽ തന്നെ കുറെ ദൂരത്താണ് പ്രസംഗം. അത് കഴിഞ്ഞ് ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പോയി. ഇന്ന് രാവിലെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടുന്ന് പുറപ്പെട്ടതാണ്. ഇത്രയും ദൂരം ഓടി വന്നത് നിങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. നിങ്ങൾ എന്നെ കാണണം എന്ന് കരുതിയിട്ട് എത്രത്തോളം ആഗ്രഹിച്ചു വന്നിട്ടുണ്ടോ? ചിലപ്പോൾ അതിനേക്കാൾ എത്രയോ ഉപരി നിങ്ങളൊക്കെ കാണണം, ഒന്ന് പരിചയപ്പെടണം. ഒരു മുഅ്മിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ദുആ, ഒരു മുഅ്മിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു പരിചയം, അതുകൊണ്ടുണ്ടാകുന്ന പ്രാർത്ഥന, അത് ആഖിറത്തിലേക്ക് വലിയ സമ്പത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഒരു മനുഷ്യനെയും ഇകഴ്ത്താൻ പാടില്ല എന്നല്ല, ഒരു ജീവിയെയും ഇകഴ്ത്താൻ പാടില്ല. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ മകന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ മകൻ ഇങ്ങനെ വിളിക്കുകയാണ്, യബ്നൽ കൽബ്, യബ്നൽ കൽബ്, എടാ ഡേസിന്റെ മോനെ. കൽബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയണ്ടില്ലല്ലോ. അറിയാത്തവർ വളരെ ചുരുക്കി ഉണ്ടാകും. നായ എന്നാണ് അതിന്റെ അർത്ഥം. യബ്നൽ കൽബ് എന്നാ വിളിച്ചത്. അപ്പോ മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു മോനോട് ചോദിച്ചല്ല, ഇതെന്താ പരിപാടി? അല്ല വാപ്പ, പിന്നെ അതാരാ? അത് നായന്റെ മകൻ തന്നെയല്ലേ? അത് പുലിന്റെ മകനാ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിന്റെ മകനാ? നായന്റെ മകനല്ലേ ഞാൻ നായന്റെ മകൻ എന്ന് വിളിച്ചത്? അപ്പൊ മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി ഉണ്ട്, മോനെ, ഒരു ജീവിയെയും ഇകഴ്ത്താൻ പാടില്ല. നീ അവിടെ നായന്റെ മോനെ, നായ്ക്കുട്ടിയെ വിളിച്ചത് എന്തിനാണ്? ചെറിയൊരു ഇകഴ്ത്തല് നിന്റെ മനസ്സിന്റെ ഉള്ളില് ബാക്കിയുണ്ട്. ആ നീയത്തോടുകൂടെയാണോ? പാടില്ലാത്തതാണ്. തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവിയാണ്. പോരാതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളമാകല് നിർബന്ധമായ വലിയ ജീവിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല അവൻ സൃഷ്ടിച്ച ജീവിയാണ്. അതിനെ ഇകഴ്ത്താൻ മനുഷ്യന് നിർവാഹമില്ല. ഒന്നിനെയും മനുഷ്യനെ ഇകഴ്ത്താൻ നിർവാഹമില്ല. നിങ്ങൾ കണ്ടില്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്? ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. മെനഞ്ഞാന്ന് ഒരു 2-3 ദിവസം മുമ്പ് വിശദമായി ഞാൻ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, കേട്ടോളൂ. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാന്റെ ഖുർആൻ പറയാണ്, കൊതുക് എന്ന് പറയുന്ന ഒരു ജീവിയില്ലേ, ആ കൊതുകിനെ അല്ലാഹു തആല ഉദാഹരിക്കാൻ റബ്ബ് ലജ്ജിക്കുന്നില്ല. സിട്ടാവായ റബ്ബ് നാണിക്കുന്നില്ല. എന്തിനെ കുറിച്ച്
കുറിച്ചാ പറഞ്ഞത്? കൊതുക് എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച്. അപ്പൊ നമുക്ക് തോന്നും എത്ര ജീവികളുണ്ട് അല്ലാഹുവിന്, എന്തൊക്കെ ഭംഗിയുള്ള ജീവിയുണ്ടല്ലേ, ഏതൊക്കെ രൂപത്തിലുള്ള ജീവിയുണ്ട്. തിന്നാൽ പൂതിമാറാത്ത തിരിയുന്നതും അറിയുന്നതുമായ കോഴിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അല്ലേ? അത് തിരിച്ചിട്ടതാ ചെറിയ നല്ല തീന്റെ മുമ്പിൽ ചുരുണ്ടിട്ടിങ് വന്നാൽ അതിനെക്കാളും രസമുള്ള സാധനം ഉണ്ടോ എന്റെ കോഴി അല്ല ഖുർആൻ പറയുന്നത്. അതുപോലെ ഒരുപാട് ജീവികളില്ലേ, നല്ല മന്തി ഇങ്ങനെ കുഴിച്ചുണ്ടാക്കിയാൽ അതിന്റെ ടേസ്റ്റ് എത്രയാണ്. ഇതൊന്നും പറയാതെ അല്ലാഹു തആല ഒരു കൊതുകിനെയാണോ പറഞ്ഞത് എന്ന് നിനക്ക് തോന്നണ്ട. ആ കൊതുകിനെ കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ എത്രയാ ചിന്തിക്കാനുള്ളത്, എത്രയാ പഠിക്കാനുള്ളത്, എത്രയാ മനസ്സിലാക്കാനുള്ളത്. അത്ഭുതം തന്നെ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. വിശദമായി ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരു കൊതുകിനെ പോലും നമുക്ക് നിസാരമായി കാണാൻ നിർവാഹമില്ല. ആരാ കൊതുക് എന്നറിയോ? കൊതുക് എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്ന ജീവിയാണ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ പഞ്ചായത്തുകാരനും, എല്ലാ മുനിസിപ്പാലിറ്റിക്കാരനും, എല്ലാ ജില്ലാ പഞ്ചായത്തുകാരനും എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന സാധനമാണ് കൊതുക് എന്ന് പറയുന്ന ജീവി. അതേ, എത്രയാണ് വർഷത്തിൽ ഇതിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ അധ്വാനിക്കുന്നത്, എത്രയാ അതിനു വേണ്ടി പണം ചെലവഴിക്കുന്നത്. ഒരു മദ്രസ ഉണ്ടാക്കാനുള്ള പൈസയേക്കാൾ കൂടുതൽ ചിലപ്പോൾ പഞ്ചായത്തിന് ചെലവഴിക്കുകയാണ്. എന്താ കാരണം? അതേ സാധനം വളരെ ചെറുതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള മുസീബത്ത് ചെറുതല്ല. മുസ്ലിയാരെ, പിന്നെ ഇതെന്തിനാ അല്ലാഹു തആല പഠിച്ചത്? ഇങ്ങനൊരു ജീവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. അതുകൊണ്ടും ഇവിടെ ഒരുപാട് വേസ്റ്റുകൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല നിർണയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. ചോദിക്കട്ടെ മുസ്ലിമേ, നീ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാറില്ലേ? എന്തിനാ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചത്? പെട്ടെന്ന് തലവേദന മാറാനാണ്, പെട്ടെന്ന് പല്ലുവേദന മാറാനാണ്. മുസ്ലിയാരെ, വയറുവേദന മാറാനാണ്. അത് ആയുർവേദിക്ക് കുടിച്ചാൽ അത്ര പെട്ടെന്ന് മാറി കിട്ടൂല. യുനാനി കുടിച്ചാൽ അത്ര പെട്ടെന്ന് മാറി കിട്ടൂല. സൈഡ് എഫക്ട് വളരെ കൂടുതലാണ് ഇംഗ്ലീഷ് മരുന്നിന്. എന്നാലും സാരില്ല മുസ്ലിയാരെ, സഹിക്കേണ്ടതില്ലല്ലോ. വേദന സഹിക്കാതൊക്കുമല്ലോ. ഇംഗ്ലീഷ് മരുന്നിനെ നീ സ്വീകരിക്കാറില്ലേ? ഇതുപോലെ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടായാലോ ചില ജീവികൾ ഇവിടെ അനിവാര്യമാണ്. അത് ലോകത്ത് അല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ലോകത്തിന്റെ ഘടന അല്ലാഹു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ലോകത്തിന്റെ ഘടനയെ റബ്ബ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലാതെ ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. എല്ലാരും ആലിമീകൾ, എല്ലാരും വഅലികൾ, എല്ലാരും ദ്വാരക്കുന്നവർ. പിന്നെ ഇവിടെ വഅലിന്റെ ആവശ്യം ഉണ്ടാകുമോ? ഇല്ല. പിന്നെ സ്വന്തം ഭാര്യക്ക് മാത്രം വഅദ് പറഞ്ഞു കൊടുത്താൽ മതിയാകും, സ്വന്തം മക്കൾക്ക് മാത്രം വഅദ് പറഞ്ഞു കൊടുത്താൽ മതിയാകും. എല്ലാരും ബിസിനസ്സുകാരാണ്, അപ്പൊ അയാൾക്ക് ജോലിക്കാരുണ്ടാകുമോ? ഇല്ല. എല്ലാരും മദ്രസയിലെ ഉസ്താദാണ്, മദ്രസയിൽ പഠിക്കാൻ പിന്നെ കുട്ടികൾ ഉണ്ടാകുമോ? ഇല്ല. എല്ലാരും പള്ളിയിലെ ഇമാമാണ്, പിന്നെ പള്ളിയിലെ മൗമൂമാരാ ഉണ്ടാകല്. അപ്പൊ എല്ലാവരും വേണം, ഒന്നും വേണ്ടാത്തതില്ല. എല്ലാരും വേണം. എല്ലാരും ഒത്തുചേരുമ്പോഴാ ലോകത്തിന് ഭംഗി ഉണ്ടാകുന്നത്. അല്ലാതെ വെറും പണക്കാരൻ മാത്രമാകുമ്പോ അതിന് ഭംഗിയില്ല. ഒരു നാടിന് ഭംഗി വേണോ? അവിടെ പണക്കാരൻ വേണം, പാവപ്പെട്ടവൻ വേണം, ജോലിക്കാരൻ വേണം, കൂലിക്കാരൻ വേണം. ഇതൊന്നുമില്ലാതെ സേവനം ചെയ്യുന്നവനും വേണം, ഉറക്കമൊഴിയാൻ കഴിയുന്നവൻ വേണം, ഉറക്കമൊഴിയാൻ കഴിയാത്തവനും വേണം. എല്ലാ രൂപത്തിലുള്ള ജനങ്ങളും വേണം. അപ്പോഴേ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, അവർക്ക് രാത്രിയിലാണ് ജോലി ഇഷ്ടം. ഈ അടുത്ത് ഒരു വാച്ച്മാൻ വന്നപ്പോ അയാളോട് ഞാൻ പറഞ്ഞു, പകലിൽ ഡ്യൂട്ടി എടുക്കണം, നിങ്ങളുടെ ഡ്യൂട്ടി നല്ല ജോറാണ്, പകലിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അയാൾ പറയാണ്, എനിക്ക് പറ്റില്ല, പകലിൽ ജോലി എടുക്കാൻ എനിക്ക് പറ്റില്ല, രാത്രിയിലാണ് എനിക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവുക, പകലിൽ എനിക്ക് ഉന്മേഷം ഉണ്ടാവില്ല. എന്തിനാണ് അല്ലാഹു അദ്ദേഹത്തിന് അങ്ങനെ ആക്കിയത്? അങ്ങനെ അല്ലാതെ പോലെ രാത്രിയിൽ നിൽക്കാൻ ആളെ കിട്ടൂല. രാത്രിയിൽ നിൽക്കാൻ കൂടുതൽ ആളുകളും മടിക്കുന്നവരായിരിക്കും. അപ്പൊ എന്തായാലും നിന്നാലേ പറ്റൂന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. അപ്പോഴേ രാത്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ആളെ കിട്ടാനുണ്ടാകൂ. എല്ലാവരും വേണം. ഞാനൊരു പണക്കാരനായാൽ എനിക്കൊരു നിലക്കും ചിന്തിക്കാൻ നിർവാഹമില്ല. ഇവരൊക്കെ എങ്ങനെ എന്റെ ജോലിക്കാരാണ്, ഇവരൊക്കെ എന്റെ കീഴിലാണ്. ഒരിക്കലുമല്ല. അവരവിടെ ഉണ്ടായത് കൊണ്ടാണ് നീ ഈ സ്ഥാനത്തിരിക്കുന്നത്. നിനക്കൊരുപാട് മാനേജർമാരുണ്ടായത് കൊണ്ടാണ് നിനക്ക് നല്ല വൃത്തിയിൽ ഒരുപാട് ഷോപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. എല്ലാവരും വേണം, ആരും വേണ്ടാത്തതില്ല. പെയിന്റിന്റെ ജോലിക്ക് പോകുന്നവനല്ലേ,
അവനെ ഇപ്പൊ അവിടെ നിൽക്കട്ടെ, അവന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. അങ്ങനെയില്ല. ചിലപ്പോൾ ആ പെയിന്റ് അടിക്കുന്നവനാണ് ആരുമില്ലാത്തപ്പോ നിന്നെ രക്ഷിക്കാനുള്ളത്. നീ വലിയ മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരുമില്ലാത്ത സമയത്ത് തലകറക്കി വീണാ ചിലപ്പോ കൊണ്ടുപോകാനുള്ളത് അവനാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ പറക്കുമ്പോൾ താഴേക്ക് വീണാൽ ചിലപ്പോൾ എടുത്തു കൊണ്ടുപോകാനുള്ളത് ചിലപ്പോൾ ജോലിയില്ലാത്തവനാണ്. ആ ജോലിയുള്ളവരാണ് എല്ലാവരുമെങ്കിൽ, എല്ലാവരും ജോലിക്ക് പോയ സമയത്താണ് നീ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീണതെങ്കിൽ, എല്ലാവരും എല്ലാ സമയത്തും ജോലിയിലാണെങ്കിൽ, ഒരു വീട്ടിന്റെ മുന്നിൽ നീ ഹെലികോപ്റ്ററിൽ വീണാൽ നിന്നെ കൊണ്ടുപോകാൻ ആളുണ്ടാകൂല. എല്ലാ രൂപത്തിലുള്ള ആളുകളും വേണം, ആരും ചെറുതായിട്ടില്ല. ഈ അടുത്തൊരാള് ഒരു പള്ളിയിൽ ക്ലീൻ ചെയ്യുന്ന, പള്ളിയുടെ ബാത്റൂമും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരാള് ഒരു പരിപാടി കഴിഞ്ഞ് അയാള് എന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോ അവിടെ ഉള്ള ആള് പറഞ്ഞു, നീ മാറി നിൽക്കുന്നതിന്റെ ഈ വസ്ത്രധാരണയിൽ നിങ്ങൾക്ക് ഉസ്താദിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് മാറി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു പറ്റൂല, എന്റെ ഫോണിൽ എടുക്കണം അയാളെ ഫോട്ടോ. ഞാൻ സാധാരണ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറയാനില്ല. അയാളോട് പറഞ്ഞു അയാളെ ഫോട്ടോ എന്റെ ഫോണിൽ എടുക്കണം. കാരണം എനിക്കറിയില്ല ഞാൻ അവിടുന്ന് പോകുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുമോ, ഞാൻ അവിടെ തന്നെ വീണു പോകുമോ, എനിക്ക് പറയാനറിയില്ല. ചിലപ്പോൾ ജനങ്ങൾ ബഹുമാനിക്കുന്നത് ബാപ്പന്റെ മകനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കാൻ എനിക്ക് നിർവാഹമില്ല. നിങ്ങളെ നാട്ടിൽ വന്ന് ഈ മുത്തഅല്ലിം പ്രസംഗിക്കുകയാണ്. ചിലപ്പോൾ എന്റെ കൈമടക്കി തരാൻ മരിച്ചു കിടക്കുമ്പോ നിങ്ങളായിരിക്കാം റബ്ബ് കണക്കാക്കിയത്. എനിക്ക് പറയാനറിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളെ കർണാടകയിൽ പ്രസംഗം കഴിഞ്ഞ് കുറ്റ്യാടിയിലേക്ക് പോയതാണ്. പോകുന്ന വഴിയിൽ ഞാൻ അതേ കുറ്റ്യാടിയിലെത്തിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നതാണ്. എല്ലാ നിലക്കും ആരൊക്കെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് പറയാനറിയില്ല. കാരണം വഴിതെറ്റിപ്പോയാൽ ചോദിക്കാൻ ചിലപ്പോൾ പോലീസുകാരന് ആവശ്യമാണ്. ചിലപ്പോൾ വഴിതെറ്റിപ്പോയാൽ രാത്രിയിൽ ചോദിക്കാൻ ആരാണോ ഉള്ളത് അവൻ ആവശ്യമാണ്. ആരൊക്കെ കിട്ടുമോ അവരൊക്കെ ആവശ്യമാണ്. ആരെ കൊണ്ടാണ് എനിക്ക് ഫലം കിട്ടുന്നത് എന്ന് പറയാൻ പറ്റൂല. ഞാൻ വലിയ മുതലാളിയാണെന്ന് ചിന്തിക്കാനോ, ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കാനോ എനിക്ക് നിർവാഹമില്ല. പറഞ്ഞതുകൊണ്ട് പറയാം, ഇപ്പൊ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യകർമ്മ അല്ലേ? ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യകർമ്മ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടില്ലേ മൊയ്ലിയാർക്ക് തന്നെ തോന്നും പഠിച്ചോ ഇവർക്ക് എന്നോട് ബഹുമാനമില്ലേ. ആ രൂപത്തിലേക്ക് ഫോട്ടോ എടുക്കൽ അധികരിച്ചു പോയി. ആ നിലക്ക് ഫോട്ടോ എടുക്കൽ നമ്മുടെ നാടുകളിലൊക്കെ വികസിച്ചു പോയി. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, അപ്പൊ നമ്മളാരും അവന്റെ കൂടെ ഞാൻ നിൽക്കൂല, ഇവന്റെ കൂടെ ഞാൻ ഇരിക്കൂല, ഇവന്റെ അടുത്ത് ഞാൻ പറ്റൂല എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിമിന് നിർവാഹമുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുന്നു, സഹാബത്ത് മുന്നിൽ വെച്ച് നിസ്കരിക്കുന്നു. ആ നേതാവിനേക്കാൾ ബഹുമാനമുള്ളൊരു സൃഷ്ടി ലോകത്ത് വേറെ കാണാനില്ല. അവിടത്തെക്കാൾ അല്ലാഹ് ആദരിച്ചൊരു നേതാവിനെ ലോകത്ത് വേറെ പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ എന്റെ മുന്നിൽ ഒരൊറ്റൊരാളെ കാലുണ്ടാകാൻ പാടില്ല, എന്റെ മുന്നിലെ സൊഫിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്റെ തലയിന്റെ നേരെ വേറൊരുത്തന്റെ കാല് വരാൻ പാടില്ലെന്ന് അവിടുന്ന് പറഞ്ഞത് എവിടെയും കാണാനില്ല. ഏത് മുതലാളിയാകട്ടെ, ഏത് തൊഴിലാളിയാകട്ടെ, എത്ര വലിയവനാകട്ടെ, എത്ര ചെറിയവനാകട്ടെ, വ്യത്യാസം പറയാനില്ല. അള്ളാന്റെ വീട്ടിലാകുന്ന പള്ളിയിലെത്തിയാൽ ചിലപ്പോൾ മുതലാളിയുടെ കലയെ തല കൊണ്ട് വന്നു വെക്കുന്നത് തൊഴിലാളിയുടെ കാലിന്റെ പരിസരത്താണ്. മുതലാളിക്ക് കംപ്ലൈന്റ് ഇല്ലല്ലോ, മുതലാളിയുടെ മനസ്സ് തോന്നിയില്ലല്ലോ ഇവൻ എന്റെ തൊഴിലാളിയല്ലേ, അവൻ ബേക്കിൽ നിൽക്കട്ടെ ഞാൻ കയറി നിൽക്കട്ടെ, അവന്റെ കലയുടെ അടുക്ക് അവന്റെ കാലിന്റെ അടുക്കൽ എന്നെ തല വെക്കാൻ പറ്റൂല. ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ നിർവാഹമില്ല. പള്ളിയിലെ മുതലാളി വ്യത്യാസമില്ല, പള്ളിയിലെ തൊഴിലാളി വ്യത്യാസമില്ല. വ്യത്യാസം എന്താണ് എന്നറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനം വേണോ? നല്ല തഖ്വയുള്ളവനാണോ? അല്ലാഹുവിന്റെ അടുക്കൽ അടുക്കണമെന്ന് ചിന്തിച്ചവനാണോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചവനാണോ? ഇതല്ലാതെ നോട്ടമില്ല. തങ്ങൾ പറയാണ്, അതുകൊണ്ട് മോനെ നീ ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ.
മറ്റുള്ളവന്റെ പച്ചയായ മാംസത്തെ തിന്നാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഇല്ലേ മോനെ, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നീ ഒരാളെയും കുറ്റം പറഞ്ഞേക്കരുത്, ഒരാളെയും ചെറുതാക്കി കാണരുത്. ഇത് പറയുമ്പോ ഉമ്മമാരെ നമ്മളെ മനസ്സിൽ തോന്നും നമ്മളാരെയും പറയാറില്ല. ഇപ്പൊ ഗീബത്തിലൊക്കെ മോഡല് മാറിപ്പോയി. മുമ്പ് കാലങ്ങളിലൊക്കെ ഗീബത്ത് പറയുന്നതിന്റെ രൂപമല്ല ഇപ്പൊ ഗീബത്ത് പറയുന്നതിന്റെ രൂപം ഇപ്പൊ മാറിപ്പോയില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൊതുകിനെ കുറിച്ച്, കൊതുക് നല്ല ഫാനുള്ള സ്ഥലത്ത് മുമ്പ് കാലങ്ങളിലൊന്നും കൊതുക് നിൽക്കാറില്ല എന്നിങ്ങനെ പറയുന്ന കേൾക്കലുണ്ട്. ഇപ്പൊ കൊതുക് അങ്ങനെയാ, നല്ല ഫാൻ ഉണ്ടാവും, മൂപ്പരും ഫാനിന്റെ കാറ്റും കൊണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് കടി തരും അല്ലേ. അങ്ങനെയൊക്കെ നമ്മളെ കൊതുകുകളൊക്കെ വികസിച്ചു പോയി. കാരണം നമ്മളെ ചോരയല്ലേ കുടിക്കുന്നത്, വികസിക്കാതിരിക്കൂലല്ലോ. ആ കൊതുകിന് പോലും വികസനം ഉണ്ടായി. ഇതുപോലെ ഗീബത്തിന് പോലും വികസനം ഉണ്ടായ ഒരു കാലാണ് ഇപ്പം നമ്മളെ കാലം. ഇപ്പൊ എങ്ങനെയാ ഗീബത്ത്? ഇപ്പൊ ഗീബത്ത് വാട്സപ്പ് ഗ്രൂപ്പിലാ. നേരിട്ട് പറയാനൊന്നും ആർക്കും നേരില്ല, എല്ലാവർക്കും തിരക്കാണ്. പക്ഷെ എല്ലാവർക്കും നേരുണ്ട് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. വാട്സപ്പ് ഗ്രൂപ്പ് സജീവാകണമെങ്കിൽ തന്നെ ഒരു ഗീബത്ത് വേണം, അപ്പോഴേ വാട്സപ്പ് ഗ്രൂപ്പ് സജീവാകും അല്ലേ. വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് സജീവായി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരാളൊന്ന് ഇകഴ്ത്തണം. ഏതെങ്കിലും ഒരാൾക്ക് ഒരു അമിളി പറ്റിപ്പോയാൽ അതിന്റെ ഒരു വീഡിയോ കിട്ടിയാൽ അത് കൊണ്ടുപോയിട്ട് ഗ്രൂപ്പിലും കിട്ടാം. മാഷാ അല്ലാഹ് എത്ര ആളാണ് റബ്ബേ. അപ്പോഴാണ് എല്ലാവരും മാഷാ അല്ലാഹ് ഗ്രൂപ്പ് സജീവായി പോയി അല്ലെ. ഗ്രൂപ്പ് വളരെ ജോറായി പോയി. എന്താ കാരണം? ഒരാളെ ഗീബത്ത് പറഞ്ഞു, അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായി. എന്താ ഗീബത്ത്? അത് ചിലപ്പോ ഒന്നിരിക്കെ ഒരു ആക്സിഡന്റിന്റെ പിക്ചറായിരിക്കാം, അല്ലെങ്കിലോ ഒരുത്ത നടന്നു പോകുമ്പോ വീണതായിരിക്കാം, അല്ലെങ്കിലോ ട്രെയിന് കയറുമ്പോ കാല് തെറ്റിപ്പോയതായിരിക്കാം. ഇങ്ങനെയുള്ള ഏതോ ഒരാൾക്ക് പറ്റിയ ഒരു അമിളി അതിന്റെ വീഡിയോ ചിത്രം എടുത്തിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അത് സ്റ്റിക്കറായിട്ടോ അല്ല വേറെ എന്തെങ്കിലും ആയിട്ടോ ഇങ്ങനെ അഴിച്ചു വിടുന്നത്. അത് നോക്കിയിട്ട് മാഷാ അല്ലാഹ് എന്തൊരു സന്തോഷം. അപ്പൊ എല്ലാരും ഗ്രൂപ്പിൽ വന്നുപോയി. ചിരിന്റെ സ്മൈലിന്റെ സ്റ്റിക്കർ ഇടാത്ത ആരുമില്ല, ചിരിക്കാത്ത ആരുമില്ല. മാഷാ അല്ലാഹ് ചിലർ ഈ സമയമില്ല എന്ന് പറയുന്ന ഭയങ്കര തിരക്കുള്ളവരൊക്കെ ഭയങ്കര വോയിസ് ഒക്കെ വിടാൻ തുടങ്ങി. എന്താ കാരണം? ഒന്നുമില്ല, ഒരു ഗീബത്ത് വെച്ചു കൊടുത്തതാ. ആ വിറകങ്ങ് വെച്ചു കൊടുത്തപ്പോ മാഷാ അല്ലാഹ് ഗ്രൂപ്പ് എന്ത് സജീവാണ് എന്നറിയാം. എല്ലാരും സജീവായി പോയി. ഓ ഉമ്മമാരെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു പച്ചയായ മാംസം തിന്നുന്നതാണ് അതിലും നല്ലത്. അള്ളാന്റെ അതേ ഖുർആൻ പറയാണ് വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, മോനെ നീ ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല, ഒരാളെയും ഇകഴ്ത്തി കാണാൻ പാടില്ല. ആരാണ് റബ്ബിന്റെ അടുക്കൽ വലുതെന്ന് പറയാൻ അറിയില്ല, ആരാണ് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനെന്ന് പറയാൻ കഴിയില്ല. ഇത് കൈയൊഴിക്കാത്ത കാലത്തോളം അവൻ ഇസ്തിഖാമത്തിലാണെന്ന് പറയാനൊക്കൂല. അഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ മുസ്ലിമേ, ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയാറുണ്ടോ? ചിലപ്പോ ചില ആളുകൾ ഗീബത്ത് പറയലാരെ സ്വന്തം ഉമ്മാൻ. ആരോട്? ഭാര്യനോട്. മംഗലാപുരം ഭാഗത്തൊന്നും BC റോഡ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ ഗീബത്ത് പറയുന്നു, സ്വന്തം ഭർത്താവിന്റെ ഉമ്മനെ ഗീബത്ത് പറയുന്നു. അത് കേട്ട് കൊടുത്തിട്ട് ഉമ്മനെയും ബാപ്പനെയും ധിക്കരിക്കുന്നു ചില മക്കൾ. അങ്ങനെയുള്ള കുട്ടികളും അതുപോലുള്ള ഉമ്മമാരും ബാപ്പമാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. ഓ എന്റെ ചെറുപ്പക്കാരാ, ബാപ്പന്റെ സമ്മതമില്ലാതെ ജീവിതത്തിൽ എവിടെയും ബർക്കത്തില്ല. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു. എന്തിനാ വന്നത് എന്നറിയോ? ഓ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലും മദീനയിലുള്ള അങ്ങയുടെ സ്വഹാബത്തില്ലേ, അവർക്ക് വലിയ സൗഭാഗ്യമാണല്ലോ. അവരതാ ദീനിനെതിരെ പോരാടാൻ വരുന്ന ആളുകളോട് പ്രതിരോധം തീർക്കാൻ അങ്ങ് അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കും സമ്മതം തരുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം ഹല്ലക അബുൻ, നിനക്ക് ബാപ്പുണ്ടോ, നിനക്ക് ഉമ്മണ്ടോ? അപ്പൊ ഇയാളെ മറുപടി നഅം യാ റസൂലല്ലാഹ്, ഉണ്ട്, എനിക്ക് ബാപ്പയുണ്ട് ഉമ്മയുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മോനെ അവർ രണ്ടാളും സമ്മതം തന്നതാണോ? നിനക്ക് ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി ഇസ്ലാമികമായി ആരെങ്കിലും ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുമ്പോ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രതിരോധം തീർക്കാൻ ബാപ്പയും ഉമ്മയും സമ്മതം തന്നതാണോ? അപ്പോൾ ഈ വന്ന സ്വഹാബിയുടെ മറുപടി ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫർജി, മടങ്ങി പോകണം. എവിടേക്ക് മടങ്ങി പോകണം? യമനിലേക്ക് തിരിച്ചു പോകണം. എന്റെ ബാപ്പയും ഉമ്മയും സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്കതിന് സമ്മതമുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബാപ്പക്കും ഉമ്മക്കും ഇസ്ലാം നൽകുന്ന സ്ഥാനം എത്രയാണ്?
മറ്റൊരു സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചോദിക്കുന്നത്, നിനക്ക് എളാമുണ്ടോ മൂത്തുമുണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിക്കണം. നിങ്ങളെ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില ഉമ്മാരുണ്ട് സ്വന്തം അനുജത്തിന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മോനോട്. സ്വന്തം ചേട്ടത്തിന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മോനോട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയാണ് ആ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ബാപ്പന്റെ ചേട്ടന്റെ കുറ്റം പറയുന്നു, ബാപ്പന്റെ അനുജന്റെ കുറ്റം പറയുന്നു. സ്വാഭാവികമായി മനുഷ്യർക്ക് സ്വാഭാവികമായ ചില പോരായ്മകൾ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. ആരും ഇവിടെ തികഞ്ഞവരില്ല. ഉണ്ടോ? അമ്പിയാ മുർസലീങ്ങളല്ലാതെ ഒരാളും ഇവിടെ തികഞ്ഞവരില്ല. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം, ചെറിയ 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 പോരായ്മകൾ ഉണ്ടാകാം. ചിലപ്പോൾ പെട്ടെന്ന് ചൂടാകുന്ന ആളാകാം, ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാകാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹമുള്ളതും ചിലപ്പോൾ അവർക്കാകാം. അത്തരം ചെറിയ ചെറിയ കാരണങ്ങളെ പേരില് ചിലപ്പോൾ പ്രായം ചെന്ന ഉമ്മാമ, ആ ഉമ്മാമക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട കൊടുത്തിട്ട് ചൂട് കൂടിപ്പോയതിന്റെ പേരിൽ ഉമ്മാമ ദേഷ്യം പിടിച്ചിട്ടുണ്ടാകാം, ഉപ്പാപ്പ വെറുപ്പ് പിടിച്ചിട്ടുണ്ടാകാം. ഇതിന്റെ പേരിൽ സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ കുറ്റം പറയുന്ന ചില ഉമ്മമാരി, സ്വന്തം ഭർത്താവിന്റെ ഉമ്മന്റെ കുറ്റം അതാ മക്കളോട് പറയുന്ന ചില ഉമ്മമാരി. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരി, ആ മക്കളെ മനസ്സിലെങ്ങാനും ഇകയത്തിയിട്ടൊരു വാക്ക് ബാപ്പനെ കുറിച്ചോ പാപ്പനെ കുറിച്ചോ ഉമ്മാമനെ കുറിച്ചോ നമ്മളെ മക്കള് പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ആർക്കാണ് എന്നറിയോ? ഉമ്മാമക്ക് അല്ല, ഉപ്പാപ്പക്ക് അല്ല, മറിച്ച് ആർക്കാ അതിന്റെ ഭവിഷ്യത്ത് എന്നറിയോ? നമ്മളെ സ്വന്തം മക്കൾക്കാണ്. അതെങ്ങനെ മുസ്ലിയാരെ അങ്ങനെ സംഭവിക്കില്ല? തീ കൊണ്ട് ചൊറിഞ്ഞാൽ ആർക്കാണ് അതിന്റെ അപകടം? തീക്കൊള്ളിക്കാണോ? അല്ല, മറിച്ച് ആർക്കാ അപകടം? തീക്കൊള്ളിക്കല്ല, കൊള്ളി കൊണ്ട് ചൊറിയപ്പെടുന്നത് ആർക്കാണോ അവനിക്കാണ്. അവിടെ പിന്നെ നോട്ടമില്ല. തീക്കൊള്ളിയേക്കാൾ ഞാൻ വളരെ ദരിദ്രനാണ്, തീക്കൊള്ളി വളരെ ചെറുതാണ്. അത് വെറും തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. തീയാണോ? തീയിൻ്റെതായ അപകടം അവിടെയുണ്ട്. ഇതുപോലെ സ്വന്തം ബാപ്പനെയും സ്വന്തം ഉപ്പാപ്പനെയും സ്വന്തം ഉമ്മാമനെയും ഇകയത്തിയിട്ട് നിന്റെ മകന്റെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് അവരെ മനസ്സിലൊരു വേദന സംഭവിച്ചു പോയാൽ അതിന്റെ പൂർണ്ണമായ ജീവിതത്തിലെ മോശത്തിന് ഉത്തരവാദി നീ. നിന്റെ മകന്റെ മുന്നിൽ ആ ഉപ്പാപ്പനെ ഇകയത്തിയതാണ്, ഉമ്മാമനെ കുറവാക്കിയതാണ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. മഹാനായ അബുൽ ലൈസ് റഹിമഹുല്ലാഹ് 10ഓളം കാര്യങ്ങളാണ് ഇസ്തിഖാമത്തുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളങ്ങളായി പറഞ്ഞത്. അതിലൊന്നാമത്തേതാണ് മോനെ, ഒരാളെയും നീ ഗീബത്ത് പറയാൻ പാടില്ല. രണ്ടാമത്തത് മഹാനവറുകൾ പറയണ അൽഇജ്തിനാബു അൻ സൂഇൽ ളന്നി, മോനെ മോശമായ ധാരണകളില്ലേ, മോശമായ ചിന്തകളില്ലേ, അതിനെ തൊട്ട് മാറി നിൽക്കലാണ്. മോശമായ ചിന്തയെ തൊട്ട് മാറി നിൽക്കലാണ്. മഹാനായ അബുൽ ലൈസ് റഹിമഹുല്ലാഹ് പറയാണ്, അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ. മോനെ നീ അത്തരം മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകൾ കൈയൊഴിച്ച് കളയണം. പല ധാരണകളും പേച്ചതാണ്. ചിലപ്പോ നമുക്ക് തോന്നും ഓൻ എന്നെ കല്യാണത്തിന് വിളിക്കാതിരുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, പിന്നെ അവൻ നമ്മളെ വേണ്ടതുപോലെ പരിഗണിക്കാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. നല്ല കാറിൽ ഒരാള് പോകുന്നു, നമ്മൾ നടന്നിട്ട് പോവാണ്, അവൻ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഓൻ വലിയ കാറിൽ പോകുന്നതിന്റെ കിബറാണ് അല്ലേ. നടന്നു പോകുമ്പോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ആരാതിന്റെ ഉത്തരവാദി എന്നറിയോ? കാറ് പോയവനല്ല, നടന്നു പോയ കാറില്ലാത്ത ഞാനാണ്, ചിന്തിച്ച ഞാനാണോ? ഞാനാണ് ഇവിടുത്തെ മോശക്കാരൻ. ഇതുപോലെ ഒരാള് നല്ല നിലക്ക് നല്ല വസ്ത്രധാരണം നടത്തിയിട്ട് പോവാണ്, നമ്മളെ കയ്യിൽ ധരിക്കാൻ നല്ല വസ്ത്രമില്ല. അയാളെ കാണുമ്പോ ഇങ്ങനെ തോന്നുകയാണ് എന്റെ വസ്ത്രം കണ്ടിട്ട് ഓനിക്ക് എന്നോടൊരു പുച്ഛാണ്. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. നിന്റെ മനസ്സിൽ ഈ തോന്നലുണ്ടായതില്ല കാരണത്താൽ നീ റബ്ബിന്റെ അടുക്കൽ കുറ്റവാളിയായി പോയി. ആലോചിച്ചു നോക്ക്, പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു അമിളിയാണ്. കാറിൽ ഇങ്ങനെ പോകുമ്പോ നമ്മൾ ചിലപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച് പോവാണ്, ഭയങ്കര തിരക്ക് പിടിച്ച് പോവാണ്. ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, നന്ദാപുരയിൽ പ്രഭാഷണത്തിനെത്താനുള്ള ഭയങ്കര തിരക്കിലാണ് പോകുന്നത്. ഉദാഹരണം പറയുന്നത്, എങ്ങനെയെങ്കിലും കൃത്യസമയത്ത് അവിടെ എത്തണം എന്നുള്ള ബേജാറിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ എന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഞാൻ പഠിച്ച റബ്ബേ അവിടെ വേദനെത്തിയിട്ടില്ലെങ്കിൽ നേരം വൈകി എല്ലാവരും എന്നെ കാത്തിരിക്കേണ്ടി വരൂലേ? അവിടെ എനിക്ക് അവിടെ എങ്ങനെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെ കുറിച്ച് എന്നെ പറയുന്ന വേറാക്ക് വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ
അപ്പോഴാണ് ഒരാള് ഒരു വാഹനത്തിൽ സ്പീഡിലങ്ങ് പോവാൻ. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക, അല്ല ഇയാൾക്ക് എന്താ ഹോസ്പിറ്റലാ പോവാനുള്ളത്, ഇയാളെന്താ മെഡിക്കൽ കോളേജിലേക്കാ പോകുന്നത്, എന്ത് തിരക്കാണ് ഇയാൾക്ക്, എന്തൊരു ഓണടിക്കലാ, എന്തൊരു ലൈറ്റ് അടിക്കലാ. ഇതുവരെ ഇവൻ ഓണടിച്ചിട്ടാ പോയത്, അന്നേരം അയാൾക്ക് ഓർമ്മയില്ല. ഇയാൾ ഇതുവരെ റോഡിന്റെ മുകളിൽ മുഴുവൻ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാ പോയത്, മുഴുവൻ ശബ്ദം ഉണ്ടാക്കിയിട്ടാ പോയത്. പക്ഷേ വേറൊരാൾ അതേപോലെ അങ്ങ് പോയപ്പോ ഭയങ്കര വേദന. അപ്പോഴാ തോന്നിയത് ഇയാൾക്ക് മെഡിക്കൽ കോളേജിലാണോ പോകാനുള്ളത്, ഇയാൾക്ക് എവിടെയാണ് ഇത്ര അർജന്റ് പോകാന്. ഇങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ ധാരണകൾ പലതും തെറ്റാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ ധാരാളമുള്ള ധാരണകളില്ലേ, അത് നിങ്ങൾ കൈയൊഴിക്കണേ. ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ചില ധാരണകൾ ഉണ്ടല്ലോ അത് പച്ചയായ തെറ്റാണ്. സ്ത്രീകളെ, നിങ്ങൾക്ക് പറയാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു കല്യാണ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ നമ്മൾ അയൽവാസിയുടെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള സ്വർണത്തിന്റെ ഒരു മാല, അല്ലെ, ഭയങ്കര രസമുള്ള ഒരു മാല. മാല ഇരിക്കില്ലേ? ആ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മാല, സ്വർണത്തിന്റെ ഒരു മാല നമ്മൾ അയൽവാസിയായ പെണ്ണ് ധരിച്ചിരിക്കുന്നു. അപ്പൊ കണ്ടപ്പോ എനിക്കും വേണം അങ്ങനെ ഒരു മാല. പക്ഷെ വാങ്ങാൻ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോഴേതാ കുടുംബത്തിലൊരു കല്യാണം നമുക്കും വന്നു. അപ്പൊ നമ്മളെ മകനെ നമ്മൾ ആ വീട്ടിലേക്ക് അയച്ചു, അല്ലെങ്കിലോ വേറൊരാൾ ആ വീട്ടിലേക്ക് അയച്ചു. എന്തിനാ അയച്ചത്? തൽക്കാലം ഒരു ദിവസത്തേക്ക് ആ പൊന്നൊന്ന് തരുമോ എന്ന് ചോദിക്കാൻ അയച്ചത്. എന്തിനാ? ആ ബക്കറ്റ് വരുന്നുണ്ട്, പൊന്നു കൊടുക്കാനല്ല, സംഭാവന കൊടുക്കാൻ. അള്ളാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ എന്തോ ചിലവുണ്ട്, അത് ധൈര്യത്തിൽ പറഞ്ഞോട്ടെ. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ, ഈ സ്ത്രീ വീട്ടിലേക്ക് പൊന്നു വാങ്ങാൻ വേണ്ടി ബക്കറ്റേ മനസ്സിലുണ്ടാവും, പൊന്നു വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് അയച്ചപ്പോ ഈ സ്ത്രീ പറഞ്ഞു, ഇപ്പതെന്റെ കയ്യിലില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം വേറെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അങ്ങനെ പൊന്നു വാങ്ങാൻ വേണ്ടി അയച്ചാൽ, യഥാർത്ഥത്തിൽ അങ്ങനെ അയക്കണോ അയക്കണ്ടേ, അത് മറ്റൊരു ചർച്ചയാണ്. സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായിരുന്നു, പോരാ വലിയ പണക്കാരനായിരുന്നു. ആ പണക്കാരനായി ജീവിച്ച സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഇരിക്കണം. ഇനി ഞാൻ ബിസിനസ്സിനില്ല, ഇനി ഞാൻ ജോലിക്കില്ല, എന്റെ കയ്യിലുള്ള പണം കൊണ്ട് ജീവിക്കണം. ഇനി മുഴുവനായും എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കണമെന്ന് ചിന്തിച്ചു. ആരാണ് എന്നല്ലേ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സഹാബി മരിച്ചുപോയ സംഭവത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അതേ, ആ സഹാബിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല സമ്പത്തുള്ള ആളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. പക്ഷേ വഫാത്തിന്റെ സമയമെത്തി നോക്കുമ്പോൾ ശരീരത്തിൽ കഫം പൊടി തികയാനില്ല. കഫം പൊടി ശരീരത്തിൽ പൊതിയാനുള്ള കഫൻ തുണി സ്വന്തത്തിലില്ല, സ്വന്തത്തിൽ ശരീരം പൊതിയാനുള്ള കഫൻ തുണിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, ഓ ഹബീബായ നബിയേ, ശരീരം മുഴുക്കെ കഫൻ ചെയ്യാനുള്ള തുണിയില്ല നബിയേ. സ്വഹാബത്തിനോട് ആരോടെങ്കിലും ചോദിച്ചാലോ, പിരിവെടുത്താലോ മയ്യത്ത് പൊതിയാനാണ്. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നമ്മളെ നാട്ടിലൊക്കെയും മയ്യത്ത് സാധാരണ സ്ത്രീകൾ പൊതിയുമ്പോ നമ്മളെ നിസ്കരിക്കുന്ന നിസ്കാര കുപ്പായത്തിൽ പൊതിയുന്നൊരു പതിവില്ലേ? ഇതന്നല്ലേ ഇപ്പൊ പറഞ്ഞു, നിങ്ങളും എന്നെ പോലെ തന്നെയാണ്. ബക്കറ്റ് കാശം പിന്നെയും വരുന്നുണ്ട്. എല്ലാവരും എത്ര വന്നാലും കൊടുക്കണം, നല്ലോണം കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖാണ്. ഞാൻ പറഞ്ഞ കടുപ്പം കുറഞ്ഞു പോയിട്ടായിരിക്കും ചിലപ്പോ, പിന്നെയും പറഞ്ഞു. അള്ളാഹു തആല നമുക്കൊക്കെ ധാരാളം ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരക്കുപ്പായം ഞാൻ ഈ അടുത്ത് ഇന്നലെ ഞാൻ പ്രസംഗം പറഞ്ഞിരുന്നു. പക്ഷെ ആ പ്രസംഗം എനിക്ക് തോന്നുന്നത് അത് ഇവിടെ എത്തിയിട്ടില്ല. അവിടെ ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മളെ മംഗലാപുരം ഭാഗത്ത് കർണാടകയിലൊക്കെ ഒരു നിസ്കാരക്കുപ്പായുണ്ട് പോലും, ഞാൻ കണ്ടിട്ടില്ല. എന്നോട് എന്റെ ഭാര്യ പറഞ്ഞതാണ്, ആ നിസ്കാരക്കുപ്പായം വേണമെന്നാ പറഞ്ഞത്.
എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ നിസ്കാരക്കുപ്പായത്തിൽ കുറെ പുള്ളിക്കുത്തും വരിയുണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകത. ഓ എന്റെ ഉമ്മമാരെ, നിസ്കാരക്കുപ്പായം പുള്ളിക്കുത്തുള്ളത് ധരിക്കൽ സുന്നത്താണ് എന്ന് ധരിക്കരുത്. നിസ്കാരത്തിൽ ധരിക്കുന്ന വസ്ത്രമില്ലേ, അതിലൊരുപാട് ഭംഗി വേണമെന്ന് ചിന്തിക്കരുത്, ഒരുപാട് വരയും കുറിയും വേണമെന്ന് ചിന്തിക്കരുത്. മറിച്ചോ തിരിച്ചാ ചിന്തിക്കേണ്ടത്, ധരിക്കുന്ന കുപ്പായത്തിൽ പുള്ളിയും വരയും ഇല്ലാതിരിക്കലാണ് നല്ലത്. മുസല്ലയിൽ വരയും പുള്ളിയും ഇല്ലാതിരിക്കല് സുന്നത്ത്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നിസ്കരിച്ചു, ഒരു ഖമീസും ധരിച്ചിട്ടാണ് നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാ ഈ കുപ്പായം കൊണ്ടുപോയി എനിക്ക് ഹദിയ തന്നാക്ക് തിരിച്ചു കൊടുത്തോളൂ, എനിക്കിത് വേണ്ട. വെറുതെ ഹദിയ കൊടുത്തപ്പോ തിരിച്ചയച്ചതല്ല, കാരണം പറയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം എന്നറിയോ? ഈ കുപ്പായത്തിൽ പുള്ളിയും വരയും ഉള്ളതിന്റെ കാരണത്താൽ എന്റെ നിസ്കാരത്തിലുള്ള ശ്രദ്ധ തെറ്റിപ്പോകുന്നു, എനിക്ക് ആ കുപ്പായം വേണ്ട. ഈ ഹദീസ് ഉദ്ധരിച്ച് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ ചിലപ്പോ നിനക്ക് തോന്നും ഞാൻ നല്ല കള്ളിക്കുപ്പായിട്ടാൽ എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ പോകൂല, ഞാൻ നല്ല കഅബത്തിന്റെ ചിത്രമുള്ള മുസല്ല വിരിച്ച് നിസ്കരിച്ചാൽ എന്റെ ഖുശൂ പോകൂല, അതുപോലെ കുബ്ബയുടെ ചിത്രം വെച്ച അതേ മുസല്ലയിൽ നിസ്കരിച്ചാൽ എന്റെ ഖുശൂ പോകൂല. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ നീ വിഡ്ഢിയാണ്. ആർക്ക് ഖുശൂ പോയി എന്നാ പറഞ്ഞത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എന്തിനാണ്? ചിലപ്പോൾ നമുക്ക് പഠിപ്പിക്കാനാണെങ്കിലും അവിടുന്ന് പഠിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാണ്, നീ ധരിക്കുന്ന കുപ്പായത്തിലെ വരയും കുറിയും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിന്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നീ അത് ധരിച്ച് നിസ്കരിക്കാൻ പാടില്ല. ഖുശൂ ഇല്ലാത്ത നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ മഖബൂലല്ല. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ ഈമാനുള്ള ഉമ്മമാരെ, അവൻ പരയും കുറിയുള്ള കുപ്പായാണ്, അതേ നിസ്കാര കുപ്പായമാണ് നല്ലത് എന്നുള്ള ധാരണയുണ്ടോ? അത് തെറ്റാണ്. ഉംറക്ക് പോയാൽ ഏറ്റവും നല്ല വരയുള്ള കുപ്പതി മുസല്ല ഏതാണ്? ഏറ്റവും നല്ല വരയും കുറിയുള്ള മുസല്ല ഏതാണ് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുണ്ടോ? കൈയൊഴിക്കണേ. മുസല്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തീരെ വരയില്ലാത്ത, തീരെ കുത്തില്ലാത്ത, തീരെ പോയിന്റുകൾ ചെയ്യാത്ത കളർ മുസല്ലയാണോ, പ്ലെയിനായ മുസല്ലയാണോ, അത് വാങ്ങാനാ ശ്രമിക്കേണ്ടത്. വരയും കുറിയുള്ള മുസല്ലകളിൽ നിസ്കരിക്കുന്നതിന്റെ വിധി കറാഹത്താണ്, നിഷിദ്ധമാണ്, കൈയൊഴിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും പള്ളിയിൽ മുസല്ല മുമ്പേ വിരിച്ചതുണ്ട്, അതിൽ വരയും കുറിയൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഇന്ന് മുതൽ ഇനി പള്ളി കയറൂല എന്ന് സമരം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഇനി പള്ളി കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കേണ്ടതാണ്, അവിടെയുള്ള മുസല്ല വാങ്ങുമ്പോൾ വരയും കുറിയില്ലാത്തത് വാങ്ങേണ്ടതാണ് എന്നല്ലാതെ അവിടെ പോയി കുഴപ്പമുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നമ്മൾ വാങ്ങുമ്പോൾ അവിടെ വരയും കുറിയില്ലാത്തതാണ് വാങ്ങേണ്ടത്. അതാണ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് പ്രബലവും, ശാഫിഈ മദ്ഹബ് അനുസരിച്ചല്ല എല്ലാ മദ്ഹബും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പരമാവധി വരയും കുറിയില്ലാത്തതിൽ വെച്ച് നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചില പള്ളിയിൽ പോയാൽ മാഷാ അല്ലാഹ്, പള്ളിയുടെ ചുമരൊക്കെ എന്തൊക്കെ രൂപത്തിലാണ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. പള്ളിക്ക് നല്ല ഭംഗിയൊക്കെ വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെ നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടാത്ത പള്ളിയാണെങ്കിൽ, ഖുശൂ കിട്ടാത്ത പള്ളിയാണെങ്കിൽ അവിടെ എന്ത് ഡെക്കറേഷൻ ചെയ്താലും നഷ്ടമാണ്. നിങ്ങൾ നോക്ക്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചുമരിന്റെ മേലെ തൂക്കി വെച്ചിരിക്കുന്ന ഒരു കർട്ടൻ, ആ കർട്ടനിൽ വരയും പുള്ളിയുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോളെ ആയിഷ, ആ കർട്ടൻ എടുത്ത് മാറ്റണേ, എന്റെ നിസ്കാരത്തിന്റെ ഖുശൂ അത് നഷ്ടപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് ആ കർട്ടൻ അവിടെ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവ പള്ളികളിലൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ കാലിഗ്രഫിയിലൊക്കെ എഴുതിയിട്ട് ചുമരിന്റെ മുകളിൽ ഭംഗിയാക്കി വെക്കൽ പുണ്യാണ് എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. നിസ്കാരത്തിൽ തെറ്റുപറ്റി പോകുന്നുണ്ടോ? നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്ത പ്രശ്നമുണ്ടോ? കൈയൊഴിക്കേണ്ടതാണ്.
ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരത്തിൽ ഖുശൂ നിർബന്ധമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ചെയ്യൽ അനിവാര്യമാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. പറഞ്ഞത് മറന്നുപോയോ? നമ്മുടെ സ്വന്തം ഭാര്യമാര് അല്ലെങ്കിൽ നമ്മളെ ഉമ്മമാര് അയൽവാസിയുടെ വീട്ടിലേക്ക് പൊന്ന് വാങ്ങാനാണ് അയച്ചത്. അപ്പൊ ആ പെണ്ണ് പറയാണ്, മെനഞ്ഞാന്ന് ധരിച്ച പൊന്നാണ്. നമ്മൾ നോക്കിയപ്പോ നല്ല ഒന്നാം തരം പൊന്നാണ്. ചോദിച്ചപ്പോ പറയാണ്, ഇപ്പൊ കയ്യിലില്ല. ഈ പെണ്ണ് പറയുമ്പോ പറഞ്ഞത് വളരെ ശരിയാ, കയ്യിലില്ലല്ലോ, അലമാറയില്ലല്ലോ. ഇപ്പൊ കയ്യിലില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നിയാണ്, ഓക്കൊരു പൊന്ന് കിട്ടിയപ്പോ ഭയങ്കര കിബറായി പോയി. നമ്മക്കും ഒരു ദിവസം പൊന്ന് വരും, അന്ന് തിരിച്ച് മറുപടി കൊടുക്കാം. മുസ്ലിമേ, ചിലപ്പോൾ അത് തിരൂർ പൊന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അതുപോലുള്ള പൊന്നുണ്ടാകാം. പള്ളി മുക്ക് കളറ് പൂശിയ പൊന്നായിരിക്കാം. അത് ചിലപ്പോൾ വെളിച്ചത്ത് വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം ആ പെണ്ണ് നിന്നോട് തൽക്കാലം ആ പൊന്നിപ്പൊ കയ്യിലില്ല എന്ന് പറഞ്ഞ് തടിയൂരിയത്. പക്ഷെ നീ ചോദിച്ചപ്പോൾ അവളെ അഭിമാന പ്രശ്നം നഷ്ടപ്പെടുന്നതിന് പേടിച്ചിട്ട് അവള് പറയാതിരുന്നതാകാം. നീ അവളെ തെറ്റിദ്ധരിച്ചു, അവൾ നിനക്ക് ആ പൊന്ന് തന്നില്ല. യഥാർത്ഥത്തിൽ അവളെ കയ്യിൽ അങ്ങനെ ഒരു പൊന്ന് തന്നെ ഇല്ല. നീ എവിടുത്തെ ധാരണയില്ലേ, അവളെ കുറിച്ച് തെറ്റിദ്ധരിച്ച ചിന്തയില്ലേ? അതിന് നീ അള്ളാന്റെ കോടതിയിൽ ഉത്തരം പറയാൻ ഉത്തരവാദിയായി പോയി. അള്ളാന്റെ കോടതിയിൽ മറുപടി പറയാൻ നിന്റെ ജീവിതത്തിൽ വലിയൊരു തിന്മയായി അവിടെ ബാക്കിയായി പോയി. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പല ചിന്തകളുണ്ടല്ലോ, അത് ചിലപ്പോൾ അത് തെറ്റാണ്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് എന്നോട് നിങ്ങളോട് പറയുന്നു, ഇജ്തനിബൂ കതീറൻ മിനൽ-ലന്നി ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൽ വലാ തജസ്സസൂ. ഓനെ നീ അതങ്ങ് കൈയൊഴിക്കണേ. നീ ഒരിക്കലും നിന്നെ മറ്റുള്ളവനെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ചാലോ, അവൻ ഇങ്ങനെ ചെയ്തതായിരിക്കാം, ഇങ്ങനെ പറഞ്ഞതായിരിക്കാം, അങ്ങനെ പറഞ്ഞതായിരിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇബ്ലീസിന്റെ മനസ്സിലിട്ട് തരുന്ന ചിന്തകളിൽ ആ ചിന്തകളെ നീ കൈയൊഴിച്ച് കളയണേ. എന്താ കാരണമെന്നല്ലേ, ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൽ, നിന്റെ ചില ധാരണകൾ അള്ളാന്റെ അടുക്കൽ കുറ്റം കിട്ടാനത് കാരണമാണ്. വലാ തജസ്സസൂ, മോനെ നീ ചുഴ്ന്നന്വേഷിക്കാൻ പോകണ്ട. പൊന്നില്ല എന്ന് പറഞ്ഞ നീ അതങ്ങ് വിശ്വസിച്ചു, അതിന്റെ അപ്പുറം നീ ചിന്തിക്കാൻ പോകണ്ട. മോനെ ചെറുപ്പക്കാരായ കൂട്ടുകാരാ, നീ ചിലപ്പോൾ നിന്റെ കൂട്ടുകാരനോട് ബൈക്ക് കടം ചോദിച്ചിട്ടുണ്ടാകാം. അവൻ ചിലപ്പോൾ നിനക്ക് തന്നിട്ടുണ്ടാകൂല. അതിന്റെ പേരിൽ നീ അവനെ തെറ്റിദ്ധരിക്കണ്ട. ചിലപ്പോൾ അവന്റെ ബാപ്പ അനുവാദം തരാത്തത് കൊണ്ടായിരിക്കാം, അവന്റെ കുടുംബത്തിൽ അനുവാദമില്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിന്റെ പേപ്പർ റെഡിയല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾക്ക് നല്ലത് ധരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത ചിന്തയിലേക്ക് നമ്മളെ മനസ്സ് പോകുന്നുണ്ടോ, കൈയടിക്കേണ്ടതാണ്. എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കാനുള്ള മനസ്സ് വേണം. എത്ര വലിയ തെറ്റിയുന്നവനോട് പൊറുക്കാനുള്ള മനസ്സ് വേണം. ഏത് കുറ്റം പറയുന്നവനും അവൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഒരാള് നമ്മളെ കുറ്റം പറയുന്നു എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ അവൻ എന്നെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്, അവൻ പാവമാണ്, അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കാനുള്ള സന്മനസ് വേണം. അങ്ങനെ ആരെക്കുറിച്ചും ഗീബത്ത് പറയാത്ത, ഒരാളെയും തെറ്റിദ്ധരിക്കാത്ത, ഒരാളെയും ചെറുതായി കാണാത്ത, ഒരാളെയും മോശമാക്കാത്ത നല്ല ഹൃദയം നിന്റെ കയ്യിലുണ്ടോ? ഇസ്തിഖാമത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, മോനെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. മോനെ സത്യവിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കുന്ന സ്വഭാവമില്ലേ? അവനാണ്, അവരാണ്, ഇവരാണ് എന്നൊക്കെ പറഞ്ഞു അവര് ചെയ്താൽ എത്ര എത്തൂന്ന് നമുക്കറിയാം, ഇവര് ചെയ്താൽ എത്ര എത്തൂന്ന് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗത്തെ തിരിച്ചിട്ട് വിഭാഗീയത പറയുന്ന സ്വഭാവമില്ലേ? മറ്റുള്ളവരെ ചെറുതായി കാണുന്ന സ്വഭാവമില്ലേ? കൈയടിക്കണേ. എല്ലാവരും നമ്മളെക്കാൾ വലുതാണ്, എല്ലാവരും നമ്മളെക്കാൾ നല്ലവരാണ്, നമ്മളാണ് വളരെ മോശക്കാർ. ഈ
ചിന്ത ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നൽകുന്ന ബറക്കത്ത് ചെറുതാകൂല. എന്റെ ജീവിതത്തിൽ വളരെ പോരായ്മകൾ നിറഞ്ഞതാണ്. എന്റെ ജീവിതം വളരെ മോശമായതാണ്. എന്റെ റബ്ബിന്റെ അടുക്കൽ ഞാൻ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഈ ചെയ്തത് കൊണ്ടൊന്നും ഫലമില്ലല്ലോ. ഈ നിലക്ക് സ്വന്തം ജീവിതത്തിലെ പോരായ്മകളാ, സ്വന്തം കൂടെയുള്ളവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളാ, അത് കണ്ടെത്തിയിട്ട് തിരുത്താൻ ശ്രദ്ധിക്കുന്നവരില്ല. മറ്റുള്ളവന്റെ ജീവിതത്തിലെ പോരായ്മകൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് അവനിക്കാണ്. കാരണം അവന്റെ ജീവിതം ചിലപ്പോൾ നിനക്ക് നന്നാക്കാൻ കഴിയൂല, എനിക്ക് നന്നാക്കാൻ കഴിയൂല. എനിക്ക് എന്റെ ജീവിതം നന്നാക്കാൻ കഴിയും, നിനക്ക് നിന്റെ ജീവിതം നന്നാക്കാൻ കഴിയും. അവന്റെ ജീവിതം നന്നാക്കാൻ കഴിയും. അവന്റെ ജീവിതം മോശമായതെടുത്ത് പറയാൻ നീ നടന്നിട്ടുണ്ട്. അവൻ നന്നാകൂല, അവൻ നല്ല വഴിയിലാകൂല. അതേ സ്ഥാനത്ത് അവന്റെ കുറ്റവും പോരായ്മയും ചിന്തിക്കുന്ന സമയത്ത് മോനെ നീ നിന്റെ കുറ്റവും പോരായ്മയും ചിന്തിച്ചിരുന്നെങ്കിൽ അത് വലിയ ക്രിയേറ്റിവിറ്റി ആയി പോയി. നീ നന്നാകാനത് കാരണമായി പോയി. നിന്റെ ആഹാരം രക്ഷപ്പെടാൻ അത് കാരണമായി പോയി. അതുകൊണ്ട് തന്നെ മഹാനായ തങ്ങൾ പറയണ മറ്റുള്ളവരെ പരാജിതരായി കാണുന്നതിന് പകരം മോനെ നിന്റെ ജീവിതത്തെ നീ പരാജയത്തിലാണോ അല്ല നിന്റെ ജീവിതം രക്ഷപ്പെടുന്ന വഴിയിലാണോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നീ സമയം കണ്ടെത്തണേ. അത് കണ്ടെത്തുന്നില്ലെങ്കിലോ നീ ഇസ്തിഖാമത്തിന്റെ വഴിയിലല്ല. നാലാമത് മാനവറുകൾ പറയാണ് ഓ ജനങ്ങള്, നിങ്ങളെ കണ്ണുകളെ സൂക്ഷിക്കണേ. എവിടെന്നാ കണ്ണുകളെ സൂക്ഷിക്കേണ്ടത്? അന്യ പെണ്ണിലേക്ക് നോക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കണം, അന്യ പുരുഷനിലേക്ക് നോക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കണം. നിങ്ങളെ കർണാടകയിൽ ഈ മുത്തല്ലിമ് ഏകദേശം കൊറോണയുടെ നല്ല ഇതല്ലാതെ പരന്നു കിടക്കുന്ന സമയത്ത് ഈ മുത്തല്ലിമ് ഒരു മരിച്ച വീട്ടിൽ പോയത് ഇങ്ങനെ ഓർക്കുകയാണ്. എവിടെയാ മരിച്ചത് എന്നറിയോ? അന്നത്തെ ദിവസം കല്യാണം നടന്ന വീടാണ്. എല്ലാരും അതേ സന്തോഷത്തിന് കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞതാണ്. പുതിയുണ്ണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ പുതിയാപ്പിളയുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയി. മുറിക്കാൻ കൊണ്ടുവച്ച കേക്ക് പോലും മുറിക്കാൻ കഴിഞ്ഞില്ല, പലതും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, കല്യാണത്തിന്റെ ദിവസം എന്ത് തോന്നിവാസവുമാകാമെന്ന് ചിന്തിക്കുന്ന ചില ചെറുപ്പക്കാരികളില്ലേ? ഓ എന്റെ വയല് കേൾക്കുന്ന പെങ്ങന്മാര്, എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാര്, കല്യാണത്തിന്റെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ്. അന്ന് എന്ത് തെമ്മാടിത്തവും ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് സ്വന്തം ഭർത്താവിന്റെ കൂടെ സ്റ്റേജിൽ കയറിയിട്ട് റിയലിനോ അല്ല ടിക്ടോക്കിനോ വീഡിയോ പിടിക്കാൻ വേണ്ടി ചാടുന്ന പെങ്ങന്മാരില്ലേ? അല്ലാതെ ഈ ചാടുന്ന പെങ്ങന്മാരില്ലേ? അവന്റെ ചങ്ങാതിമാരെ തൃപ്തിപ്പെടുത്താൻ ഒരയാട്ടുന്ന പെങ്ങന്മാരില്ലേ? ഇസ്തിഖാമത്തിന്റെ വഴിയിലല്ല. ഏത് ഇസ്തിഖാമത്തിന്റെ വഴിയെന്ന് പറഞ്ഞത്? 5 നേരം നിസ്കാരത്തിൽ അല്ലാഹുവോട് ചോദിക്കുന്ന ശരിയായ ചൊവ്വായ വഴിയില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹ് നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയില്ലേ? ആ വഴി നീ ചോദിച്ചില്ലേ മുസ്ലിമേ? ആ വഴിയിൽ നീ കടക്കൂല. ഏതുവരെ കടക്കൂല എന്ന് പറഞ്ഞത്? അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കടക്കൂല, അന്യ പുരുഷന്റെ മുഖത്തേക്ക് പെങ്ങളെ നീ നോക്കിയാൽ കടക്കൂല. മുസ്ലിയാരെ, അവൻ എന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ക്ലാസ്മേറ്റിനെ കാണാൻ, അവനെ നോക്കാൻ, അവനുമായി സ്വറ പറയാൻ, അവനെ തൊടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു വട്ടം ഉണ്ടാകുന്ന സംഭവല്ലേ മുസ്ലിയാരെ കല്യാണം? അന്നത്തെ ദിവസവും പാടില്ല എന്നാണോ പറയുന്നത്? ഒരു വട്ടം ഹറാമ് ചെയ്യാനും അല്ലാഹ് അനുവദിച്ചിട്ടില്ല, 2 വട്ടം ചെയ്യാനും അനുവദിച്ചിട്ടില്ല. എത്രത്തോളം ഹറാമ് ചിന്തിക്കാൻ തന്നെ അല്ലാഹ് അനുവദിച്ചിട്ടില്ല, ഹറാമ് ആലോചിക്കാൻ തന്നെ അല്ലാഹ് അനുവദിച്ചിട്ടില്ല. പിന്നെയല്ലേ ജീവിതത്തിൽ ഹറാമ് ചെയ്യല? അല്ലാഹു നമ്മുടെ ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ക്യാമറക്കാരന്റെ മുന്നിൽ
വീഡിയോ പിടിക്കാൻ വേണ്ടി ആരും സദസ്സിലില്ല, പക്ഷെ ക്യാമറക്കാരനുണ്ട്. അവന്റെ വീഡിയോ ചിത്രത്തിന്റെ മുന്നിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും അവര് മാത്രം സ്വകാര്യത്തിൽ ചെയ്യേണ്ട പല പണികളും പച്ചയായി പരസ്യമായി എടുത്തിട്ട് അത് ജനങ്ങളെ മുന്നിൽ പ്രചരണം നടത്തുന്ന ചില പെങ്ങന്മാരില്ലേ, ലജ്ജയില്ലാത്ത ചില ഭർത്താക്കന്മാരില്ലേ, ഹയാ നഷ്ടപ്പെട്ടു പോയ ചില അത്തരം വീഡിയോ ചിത്രം പിടിക്കുന്ന കൂട്ടുകാരില്ലേ. വല്ലാത്തൊരു കാലം. നിങ്ങൾ ആലോചിച്ചു, ഹറാമിലേക്ക് നോക്കുന്നതിന് ഒരു തടസ്സമില്ലാത്ത ചില ചെറുപ്പക്കാർ, ഒരു തടസ്സവും കാണാത്ത ചില പെങ്ങന്മാർ. അതിനെന്താ ന്യായം? അതൊരു കല്യാണത്തിന്റെ ദിവസമല്ലേ, ഒരു സന്തോഷമുള്ള ദിവസമല്ലേ, ഒറ്റ ദിവസമല്ലേ, എന്നാ ന്യായം? ഒരു ദിവസം ഹറാം ചെയ്യാൻ ആരാ നമുക്ക് സമ്മതം തന്നത്? അല്ലെങ്കിൽ 2 ദിവസം സമ്മതി ഹറാം ചെയ്യാൻ ആരാണ് അനുമതി തന്നത്? മുസ്ലിയാരെ ആരും കാണൂല, വീഡിയോ എടുക്കുന്ന വീഡിയോക്കാരെ മാത്രമേ കാണുള്ളൂ. എന്നാ ഹലാലാണോ? എന്നാ അള്ളാഹു അനുവദിച്ചതാണോ? എത്രയാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലുള്ള ലജ്ജ ഇങ്ങനെ ഉരിപ്പുവേണ്. സ്വന്തം ഭാര്യമാരെ കൂട്ടിയിട്ട് വീഡിയോ ചിത്രം പിടിക്കാൻ അവരെ സഹായം തേടിയിട്ട് അവരെ കൂടെ നിന്നിട്ട് പല ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ നടക്കേണ്ട പല പരിപാടികളും, ആ പരിപാടികളൊക്കെ ഇപ്പൊ ചലച്ചിത്രീകരണമാക്കിയിട്ട് പുറത്തേക്ക് വിടാൻ നടിമാരാകാൻ വേണ്ടി കുറെ സ്ത്രീകളും പുരുഷന്മാരും. വലിയ നിങ്ങളെടുത്താ ഇത് കണ്ടത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ ഒരു യുവാവ് എനിക്കൊരു എഴുത്ത് വിട്ടു തന്നു. ആ യുവത്തിൽ വിശദമായി അയാൾ എഴുതിയിരിക്കുന്നു, ഇത്തരം കുറെ വീഡിയോ ചിത്രം പിടിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ചെറുപ്പക്കാരികളും അവര് രാവിലെ നേരം വെളുത്താൽ ഇയാൾ അത് എഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്വബഹിസ്കരിച്ചാൽ ആദ്യം തുടങ്ങും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പല്ല് തേക്കാൻ. ആര്? ഈ വീഡിയോ ചിത്രം പിടിക്കുന്ന പെണ്ണ് പച്ചയായി പല്ല് തേക്കുന്ന വീഡിയോ എടുത്തിട്ട് ഭയങ്കര ബിസ്മിയല്ലെന്ന്, പിന്നെ ഭയങ്കരമായിട്ട് സ്വബഹിസ്കരിക്കുന്നു. ആ ചിത്രല്ലേ സ്വബഹിസ്കരിക്കല്ലേ, ബാക്കിയുള്ളവരെ നിസ്കരിപ്പിക്കാനാണ്. ഭർത്താവിന്റെ കൂടെ സ്വബഹിസ്കരിക്കുന്ന വീഡിയോ പിടിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ ഭയങ്കര ഈമാൻ നടിച്ചിട്ടും കുറെ ആളുകൾ അവര് ചെയ്യുന്ന പണിയോ സ്വന്തം ഭർത്താവും ഭാര്യയും മാത്രം ചെയ്യേണ്ട ചില പണികള്, സ്വന്തം ഭർത്താവും ഭാര്യയും മാത്രം ഒന്നിച്ചിരുന്ന് ചെയ്യേണ്ട ചില പരിപാടികൾ, സ്വന്തം മക്കൾ പോലും അറിയാതെ ചില ചെയ്യേണ്ട സ്വകാര്യതകള്, അതേ ഭർത്താവിനെ കൂട്ടിപ്പിടിച്ചിട്ടും അണിച്ചു പിടിച്ചിട്ടൊക്കെ ചിത്രം പിടിച്ചിട്ടതാ വീഡിയോ ചിത്രം പുറത്തേക്ക് വിടുന്ന ചില പെങ്ങന്മാരില്ലേ, ചില ഉമ്മമാരില്ലേ. എന്റെ മകൻ അങ്ങനെ അറിയപ്പെടട്ടെ എന്നാ ഉമ്മ ചിന്തിക്കുന്നത്. അതിന് ഉമ്മയും കൂട്ട് നിന്ന് കൊടുക്കുകയാണ്, പാപ്പയും കൂട്ട് നിന്ന് കൊടുക്കുകയാണ്. ഓ ഉമ്മ, ഓ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ ചിന്തിച്ചില്ലല്ലോ എത്ര അറിയപ്പെട്ടവനാകട്ടെ അറിയപ്പെടാത്തവനാകട്ടെ ഖബറിൽ കിടക്കുമ്പോ കൂടെ വരാൻ ഒരൊറ്റ അറിയപ്പെട്ടവനെയും കിട്ടുന്നില്ല. ഒരുപാട് അനുയായികളുള്ള നേതാവാണ്, ഒരുപാട് നേതാക്കളുള്ള ആളാണ്, ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവനാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, കൂടെ വരാൻ ആരുണ്ട്? മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ കൂടെ വരാൻ ഒരാളെയും കിട്ടാനില്ല. അതല്ലേ മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാ ഹാത്തമുൽ അസ്വം തങ്ങളെ ഇത്ര നല്ല തവക്കുലുള്ള ജീവിതത്തിൽ നിങ്ങൾ എത്തിയത്? മറുപടി 4 കാര്യങ്ങളാണ് എനിക്ക് ഇത്രയും കൂടുതൽ തഖ്വയുണ്ടാകാനുള്ള കാരണം. വിശദമായി ഞാനിപ്പോ പറയുന്നില്ല. അതിൽ മഹാനവറുകൾ ഒന്നാമതായി പറഞ്ഞത് എന്താണ്? അലിംതു അന്ന റിസ്ഖി ലാ യഅകുലുഹു മിൻ ഗൈരി. എന്റെ റിസ്ഖ്, എന്റെ ഭക്ഷണം, എനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയ സമ്പത്ത് അതൊരാൾക്കും കിട്ടൂല. കിട്ടുവോ? എന്റെ ജീവിതത്തിൽ അല്ലാഹു കണക്കാക്കിയ ഒരു സമ്പത്തുണ്ട്. അത് നിങ്ങൾ കമ്മിറ്റിക്കാര് തീരുമാനിച്ചാലും ആര് തീരുമാനിച്ചാലും അത് തടയാൻ കഴിയൂല. എല്ലാ വയലിന് വന്ന് നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു യാക്ക് കൊടുക്കണ്ട, അള്ളാഹ് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. ഇനി വയല് പറയാൻ വന്ന ഞാൻ തീരുമാനിച്ചു ഈ സദസ്സിൽ വന്ന് നിങ്ങൾക്ക് ആർക്കും കിട്ടണ്ട, ഞാൻ തീരുമാനിച്ചത് കൊണ്ട് കിട്ടാതിരിക്കോ? ഇല്ല. അതാ മഹാനവറുകൾ അലിംതു അന്ന റിസ്ഖി, എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയ സമ്പത്ത്, എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയ റിസ്ഖ്, എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് എന്തൊക്കെ കണക്കാക്കിയോ അതൊക്കെയും എനിക്കല്ലാതെ ഒരാൾക്കും കിട്ടൂല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്ക്, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ? ആരാ ഇമാം നബവി റളിയല്ലാഹു അൻഹു? ശാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ പ്രബലമായ അഭിപ്രായം പറയേണ്ട പണ്ഡിതൻ.
ഇമാം നവവി റളിയല്ലാഹു അൻഹു കള്ളന്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണെന്നറിയോ? റളീതു ലക എന്ന് പറയാൻ. എന്തിനാ പിന്നാലെ ഓടിയത്? ഈ നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി കട്ടെടുത്തിട്ട് ഒരാൾ ഓടിക്കളഞ്ഞു. അപ്പൻ നവവി ഇമാം റളിയല്ലാഹു അൻഹു അയാളെ പിന്നാലെ ഓടുകയാണ്. മോനെ ഓടല്ല, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് ഓടിക്കോ. എന്താ പറയാനുള്ളത് എന്നറിയോ? ഞാൻ നിനക്ക് ആ തൊപ്പി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എന്റെ തൊപ്പി നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തിക്കൂടാ. അള്ളാഹു അയാൾക്ക് തൊപ്പി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ കട്ടിട്ടാകാനും അല്ല തീരുമാനിച്ചിരിക്കുന്നു. കട്ടിട്ടോ അതേ വസ്തു തന്നെ അയാൾക്ക് പൊരുത്തപ്പെടാനും അല്ല തന്നെ തീരുമാനിച്ചിരിക്കുന്നു. തടയാൻ ഇവിടെ ആരുണ്ട് മുസ്ലിമേ? നവവി ഇമാം റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് പിന്നാലെ ഓടിയിട്ട് പറയണ റളീതു ലക. മോനെ, നിനക്ക് ഞാനത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു സമ്പത്ത് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കട്ടിട്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹലാലായ വഴിയിലാകാം. രണ്ടിലുമാകാം. ബുദ്ധിയുള്ളവൻ സെലക്ട് ചെയ്യേണ്ടത് ഹലാലായ വഴിയിലായിരിക്കണം. അതാ ഹാത്തമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ അലിംതു, ഞാൻ അറിഞ്ഞുപോയി, അന്ന റിസ്ഖി, എന്റെ ഭക്ഷണമുണ്ടല്ലോ, ലാ യഅകുലുഹു ഗൈരി, അത് ഞാനല്ലാതെ ഭക്ഷിക്കൂല. എന്റെ ഭക്ഷണം എനിക്ക് കണക്കാക്കിയത് മറ്റൊരാൾക്ക് കിട്ടൂല. എനിക്ക് കിട്ടണമെന്ന് കണക്കാക്കിയത് മുടക്കാൻ ആര് വന്നാലും അത് മുടങ്ങൂല. നിങ്ങൾക്ക് കിട്ടണമെന്ന് കരുതിയത് ഏത് ഭരണാധികാരി കരുതിയാലും മുടക്കാൻ കഴിയൂല. ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം മുടക്കാൻ പോവാണ് ഒരു കൂട്ടർക്ക്. ഒരു കൂട്ടം ആളുകൾ തീരുമാനമെടുത്തില്ല. തീരുമാനം നടപ്പാക്കാൻ പലർക്കും കഴിഞ്ഞോ ഇല്ല. അവര് തീരുമാനമെടുത്തിരുന്നു, പക്ഷേ തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്തേ നടപ്പാക്കാൻ കഴിയാത്തത്? അള്ള കണക്കാക്കിയ സമയം എത്തിയിട്ടില്ല. അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയം എത്തുമ്പോ നമ്മളെ പൗരത്വം പോകും, സംശയിക്കേണ്ടതില്ല. അതല്ലാത്തതും പോകും, സംശയിക്കേണ്ടതില്ല. പക്ഷെ അത് റബ്ബ് കണക്കാക്കിയിട്ടില്ലെങ്കിലോ, ഒരു പ്രധാനമന്ത്രി തീരുമാനിച്ചത് കൊണ്ടോ, ഒരു ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചത് കൊണ്ടോ, അല്ല ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചത് കൊണ്ടോ, അല്ല ക്യാബിനറ്റ് തീരുമാനമെടുത്തത് കൊണ്ടോ, കോടതി പ്രഖ്യാപിച്ചത് കൊണ്ടോ, അള്ളാന്റെ തീരുമാനമില്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ നിർവാഹമില്ല. തീരുമാനം റബ്ബിന്റെതാണ്. നമ്മൾ അടിമകളാണ് മുസ്ലിമീങ്ങള്. ഉടമസ്ഥനവൻ മാത്രമേ ഉള്ളൂ. അവനിൽ അടിയുറച്ച് വിശ്വസിച്ചു. മറ്റുള്ളവന്റെ കട്ടെടുത്ത് ജീവിക്കണ്ട, മറ്റുള്ളവനെ വഞ്ചിച്ച് ജീവിക്കണ്ട, മറ്റുള്ളവന്റെ പതി അപഹരിച്ചെടുത്ത് ജീവിക്കണ്ട. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ എന്നുറച്ച് വിശ്വസിച്ചോ. മഹാനായ ഹാത്തമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭക്ഷണം ആരും കഴിക്കൂല എന്നുള്ള ഉറപ്പുണ്ടായപ്പോ ഞാൻ ആ ഭക്ഷണം ഒഴിവാക്കി. ഞാൻ ഭക്ഷണത്തിന്റെ പിന്നാലെ ഓടുന്ന പരിപാടിയും ഒഴിവാക്കി. എന്നിട്ട് ഞാൻ അങ്ങ് ജോലിയായി. എന്തിനെ തൊട്ടിയെ ജോലിയായത് അറിയോ? അലിംതു അന്നൽ മൗത യഅതീനി ബഗ്താ, എനിക്കെന്റെ മരണം വരാനുണ്ടല്ലോ. എന്താണ് ആ മരണത്തിന്റെ പ്രത്യേകത എന്നറിയോ? ആരും എന്നെ വിളിച്ചു പറയൂല. ഞാനിപ്പോ ഇവിടെ വേദന വരുന്നതിന്റെ ഇടയിൽ ഒരല്പസമയം അതേ വരുന്ന വഴിയിൽ അതേ കയറിയിട്ട് അതേ ഒരു 5 മിനിറ്റ് വൈകിപ്പോയപ്പോ സംഘാടകർ എത്ര തവണയാ വിളിച്ചത് എന്നറിയോ? എവിടെ എത്തിയെന്ന് ചോദിക്കാനാണ്. അവരാശങ്കയാണ്, അവരെ ബേജാറാണ്. എന്നാ മുസ്ലിമേ, ഒരു ദിവസം വേദന വരുന്നതിന് 100 വിളി ഇങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ എന്റെ മരണത്തിന്റെ സമയം എത്തുമ്പോൾ അസ്രായീൽ ഒരൊറ്റ വിളി വിളിക്കാനില്ല. കാത്തിരുന്ന വഴിയിലുള്ള മലക്കുകളില്ല, കൂട്ടിനുള്ള ആളുകളില്ല. ആ റബ്ബ് എനിക്ക് കണക്കാക്കിയ മരണത്തിന്റെ സമയമുണ്ടല്ലോ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളും നിന്നെ വിളിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലേ, മോനെ ഒരുങ്ങി നിന്നോന്ന് പറയാൻ ലോകത്തൊരാളുമില്ലല്ലോ. എന്റെ വയലുകൾ കാപ്പുന്ന ചെറുപ്പക്കാരാ, ഉക്രൈനിൽ എത്ര ചെറുപ്പക്കാരാ ബോംബ് പൊട്ടിയിട്ട് തെറിച്ചു പോയത്. എത്ര ചെറിയ പിഞ്ച് പൈതലുകളെ ജീവന് വെറുതെ പൊലിഞ്ഞു പോയത്. സിറിയയിൽ എത്ര ജീവനുകളാ പൊലിഞ്ഞു പോയത്. പല രാജ്യങ്ങളിലും എത്ര ജീവനുകളാ പൊലിഞ്ഞു പോയത്. അവര് സ്വപ്നത്തിൽ പോലും ധരിച്ചിട്ടില്ല. 2022 ഇന്ന ഡേറ്റിൽ എന്റെ മരണമാണ്, ഇന്ന ഡേറ്റിൽ എന്റെ ജീവൻ തീരാനുള്ളതാണ്, എന്റെ മരണം കണക്കാക്കിയതാണ്. ഈ വയതിന് വന്ന മുസ്ലിയാ
വീട്ടുകാരും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്റെ മരണത്തിന്റെ ഡേറ്റ് ഇന്നതാണ്, എനിക്കറിയില്ല, നിങ്ങൾക്കും പരിചയമില്ല. മോനെ, ആ മരണത്തിന്റെ സമയത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാരോ? മഹാനായ ഹാത്തമുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനാരോ? അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഭൗതിക ലോകത്തിന്റെ സർവ്വ സുഖങ്ങളും വലിച്ചെറിഞ്ഞു പോയി. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കിട്ടേണ്ടത് എന്താണ് എന്നറിയോ? എന്റെ റബ്ബിന്റെ പാരത്രിക ലോകത്ത് വിജയമാണ് കേട്ടോ. ആ വിജയം കൈവരിക്കുന്ന മഹാന്മാർക്കുണ്ടാകേണ്ട 10 അടയാളങ്ങൾ. അതിൽ 4-മത്തതാ മുസ്ലിമേ ഞാൻ പറഞ്ഞത്, ഒരാളെയും നമ്മൾ ഈ കയറ്റിക്കൂടാ. നമ്മൾ 5-മത്തതാ ഞാൻ പറഞ്ഞത്, ഒരാളെയും നമ്മൾ ഒരു അന്യപെണ്ണിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൂടാ, ഒരു അന്യപുരുഷനെയും നോക്കി രസിച്ചുകൂടാ. മഹാനായ മുല്ലൈസ് റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, എന്നാ 5-മത്തത് എന്താണ് എന്നറിയോ? ഇദാ ഖുൽതും ഫഅദിലൂ, നിങ്ങൾ നീതി പുലർത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതിമാന്മാരാകണേ. അനീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരായി കൂടാ, അനീതി പറയുന്നവരായി കൂടാ, അനീതിക്കെതിരെ അനീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായി കൂടാ, നീതി നഷ്ടപ്പെടുത്തുന്നവരായി കൂടാ. നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കണേ. 6-മത്തത് മഹാനവറുകൾ എണ്ണുകയാണ്. മോനെ, 6-മത്തത് എന്താണ്? നിങ്ങൾ നല്ലതിലേക്ക് ചെലവഴിച്ചു. നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് നല്ലതിന് വേണ്ടി നിങ്ങൾ ചെലവാക്കിക്കോ. അതേ സ്ഥാനത്ത് വലാത്തുബദ്ദിർ തബ്ദീറാ, 7-മത്തത് നിങ്ങൾ ദൂർത്തടിക്കുന്നവരായി കൂടാ. അല്ലാഹ് നിങ്ങൾക്ക് സമ്പത്ത് തന്നു എന്നതിന്റെ പേരിൽ ദൂർത്തടിക്കാൻ നിർവാഹമില്ല. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, മോനെ, 8-മത്തത് എന്താണ് എന്നറിയോ? നിന്റെ മനസ്സിൽ അഹങ്കാരത്തിന് നിർവാഹമില്ല, നിന്റെ മനസ്സിൽ കിബറുണ്ടാകാൻ നിർവാഹമില്ല. ലാ യത്ലുബുൽ ഉലുവ, മോനെ, ഉലുവിനെ തേടാൻ ഒരു നിർവാഹവും ഇല്ല. വൽ കിബറ, കിബറുണ്ടാകാൻ ഒരു അനിവാര്യതയും നിനക്കില്ല. ഏത് ശരീരവും നജസ് പേറുന്ന ശരീരമാണ്. എത്ര വലിയ പണക്കാരനാകട്ടെ, അവന്റെ ശരീരത്തിലെ നജസൊന്ന് അല്പമങ്ങ് പുറത്തേക്ക് കൂടുതൽ പോയാൽ പിന്നെ അവന്റെ ജീവന് തന്നെ ഭീഷണിയായി പോയി. ഞാൻ വലിയ മുതലാളിയല്ലേ, അതുകൊണ്ട് എന്റെ ശരീരത്തിലെ നജസൽപ്പം കൂടുതൽ പോയാൽ എന്റെ പണം കൊണ്ട് തികയ്ക്കൂന്ന് പറയാൻ അധികാരമുള്ള മുതലാളിയില്ല. ഏത് മനുഷ്യനും നജസും പേറി നടക്കുന്നവനാണ്. ഏത് സമയത്തും ശരീരത്തിൽ നിശ്ചയിക്കപ്പെട്ടൊരു നജസ് അവന്റെ ശരീരത്തിൽ ഉണ്ടാകണം. അതില്ലെങ്കിലോ അവന്റെ മരണം സംഭവിച്ചു പോകുമെന്നാ പറയുന്നത്. നിർബന്ധമായും അവൻ നജസ് പേറിക്കോളണം. പിന്നെ എന്താണ് നമുക്ക് അഹങ്കരിക്കാനുള്ള നിർവാഹം? നജസ് പേറുന്നവനല്ലാത്തവനില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, മോനെ, നീ കിബിറ് നടിക്കുന്നവനായി കൂടാ. പര്യാവസാനം വേണോ? അവസാനത്തെ വിജയം വേണോ? തഖ്വയല്ലാതെ നിർവാഹമില്ല. തഖ്വയല്ലാതെ വിജയത്തിന് വഴി കാണാനില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബ്രാഹിമുൽ ആജൂരി റഹിമഹുല്ലാഹ്? ഇബ്രാഹിമുൽ ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ മഹാനവറുകൾ കാന യൂഖദുന്നാർ, അവിടുന്ന് ഇങ്ങനെ തീക്കത്തിക്കുക. അപ്പോഴാണ് ഒരു യഹൂദിയായ ഒരു മനുഷ്യൻ, അയാൾക്ക് മഹാനായ ഇബ്രാഹിമുൽ ആജൂരി തങ്ങൾ കടം വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. നമ്മളെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നല്ല മതസൗഹാർദ്ദമുള്ളൊരു രാജ്യമാണ്. ഇന്ന് ഞാനിവിടെ വരുമ്പോ വഴിയിൽ വെച്ച് മുസ്ലിം സുഹൃത്ത് എന്നെ കണ്ടപ്പോ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ ചെറിയ മകളുടെ കുട്ടി 2 വയസ്സേയുള്ളൂ. യൂട്യൂബിൽ കുറെ ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു ദിവസം നോക്കുമ്പോ എന്റെ ചെറിയ കുട്ടി 2 വയസ്സേയുള്ളൂ. ആ കുട്ടി ഇങ്ങനെ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ അയാൾ പറയാണ് സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ എന്നോട് ഈ കുട്ടി പറഞ്ഞു, ഒരു പിക്ചർ എടുക്കാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറയാണ്, ഞാൻ ആ കുട്ടിക്ക് ഫോട്ടോ എടുത്തു.
ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചത് എന്തിനാണ്? അപ്പൊ പറഞ്ഞു പോലും നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നല്ല മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. അയാൾ വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ മുസ്ലിം സുഹൃത്തുക്കളായ 2 വയസ്സ് പ്രായമുള്ളൂ കൂടെ കളിക്കാൻ വരുന്ന ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞു പോലും. ഇപ്പൊ നമ്മളെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചെറിയ മക്കൾ ചിലപ്പോൾ നമ്മളെക്കാളും വലിയ വിവരം കാണിക്കുന്ന ഒരു കാലമാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ കാണിച്ചിട്ട് മക്കൾ ചിലപ്പോൾ നമ്മളെ സ്റ്റക്കായി പോയ മൊബൈലും കൊടുത്താൽ അവര് ശരിയാക്കി എന്ന് പറയും, എന്താണ് കാക്ക ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കാലാണ് നമ്മളെ കുട്ടികൾ. നമ്മളെക്കാൾ അത്തരം IT ഫീൽഡിൽ ചെറിയ മക്കൾ പോലും ഭയങ്കര വിവരം നേടുന്ന ഒരു കാലാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ നല്ല ബോധം വേണം നമുക്ക്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലല്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. നിനക്ക് ഇവിടെ കിബ്ർ നടിക്കാൻ ഒരു അധികാരവുമില്ല, നീ വലിയവനാണ് എന്ന് കരുതാൻ ഒരു അധികാരവും നിനക്കില്ല. മറിച്ച് നീ നല്ല തഖ്വയുള്ളവനായാൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയവനാകാൻ ശ്രമിച്ചാൽ നീ രക്ഷപ്പെട്ടവനാകും. മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തീ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്താണ് ഒരു യഹൂദിയായ മനുഷ്യൻ വരുന്നത്. അയാൾക്ക് മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കടം കൊടുക്കാനുണ്ട്. അപ്പൊ അയാൾ വന്നിട്ട് കടം ചോദിച്ചു. ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മോനെ അസ്ലിം, നീ മുസ്ലിമാകണം, തസ്ലം, എന്നിട്ട് നീ രക്ഷപ്പെടണം. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്കും നിനക്കും ഒരുപോലെ ആ ഖുർആൻ എന്നതാക്കിയത്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി ഞങ്ങൾ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും നീ കബൂലാക്കി തരണം റഹ്മാനേ. മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് യഹൂദി പറയാണ്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. മോനെ, ഏത് മനുഷ്യനും നരകത്തിന്റെ വക്കിലേക്ക് എത്തിപ്പെടാനുള്ളവനാണ്. ഒരാളും നരകത്തിന്റെ വക്കിലേക്ക് എത്തിപ്പെടാതിരിക്കൂല. നിന്റെ നാഥന്റെ, നിന്റെ റബ്ബിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരമല്ലാതെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഇബ്രാഹിം അൽ-ആജൂരി, ഞാൻ മാത്രമല്ല നിങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. നമ്മൾ 2 പേരും രക്ഷപ്പെട്ട് കിട്ടണം. അപ്പോഴാ ഇബ്രാഹിം അൽ-ആജൂരി തങ്ങൾ പറഞ്ഞത്, മോനെ രക്ഷപ്പെടണോ, ഈമാനിന്റെ വെളിച്ചം കിട്ടാത്തവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർവാഹമില്ല. മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞപ്പോ ഈ വന്ന യഹൂദി പറയാണ്, അല്ല അല്ല, എല്ലാരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഞാൻ നിനക്കത് ശരിക്കങ്ങ് ബോധ്യപ്പെടുത്തി തരണോ, എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണോ? വന്നാള് പറയുന്ന എനിക്ക് ബോധ്യപ്പെടുത്തി തരണം. ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയ കറാമത്തുകളെ ജീവിതത്തിൽ കണ്ട മഹാനല്ലേ. നിന്റെ കയ്യിലുള്ള പുതപ്പന്റെ കയ്യിലേക്ക് തരൂ, എന്റെ കയ്യിലുള്ള ഷാളും ഞാൻ തരാ. മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 2 പുതപ്പും അതാ ചുരുട്ടിക്കെട്ടിയിട്ട് ആ കാളിക്കത്തുന്ന തീയിലേക്ക് മഹാനായ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ 2 പുതപ്പും അങ്ങ് വലിച്ചെറിയുന്നു. ആളിക്കത്തുന്ന തീയില്ലേ, ആ തീ ഇങ്ങനെ കത്തുമ്പോൾ തീയിൽ നിന്നതാ ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഷാളും കൂടെയുള്ള ഷാളും ഇങ്ങനെ കത്തുന്നത് പോലെ കാണുന്നു. ഇബ്രാഹിം അൽ-ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫദഖലതു ഫീഹാ, മഹാനവറുകളെ പറയാണ്, ഞാൻ ആ തീയിലേക്ക് അങ്ങ് കടന്നു. അത് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പവറാണ്, ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പവറാണ്. അതിന്റെ പേരാണ് കറാമത്ത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാം അവർക്ക് അല്ലാഹു തആല ദുആക്ക് വലിയ ഇജാബത്ത് കൊടുക്കുകയാണ്. അത് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പവറാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് കടന്നപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, തീയിനോട് അല്ലാഹു പറഞ്ഞതായി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നല്ല എയർ കണ്ടീഷൻ ആകണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ കടന്നിട്ട് അവിടുത്തെ ശരീരത്തിനൊരു പോറൽ സംഭവിച്ചില്ല, ഒരു രോമക്കുഴിയിൽ പോലും അപകടമുണ്ടായില്ല. അത് തന്നെയാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്ത് അവിടുന്ന് ഭരണം നടത്തും. അന്നത്തെ കാലത്തുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ മഹത്വം പറഞ്ഞിട്ടൊരു ഖുതുബ ഓതിയില്ലേ. ആ ഖുതുബയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അതാ തീക്കുണ്ടാരത്തിലേക്ക് കടന്നിട്ട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിൽ നിന്ന് നോക്കുന്നത് എന്താ, എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ഏതാണെന്നല്ല, തീയണക്കാനുള്ള വെള്ളം എവിടെയാണെന്നല്ല, മറിച്ചോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുന്നത് എന്താണ് എന്നറിയോ, തീബിലെ കോട്ട. എന്റെ വയല് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, എന്റെ വയല് കേൾക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരെ, എന്റെ വയല് കേൾക്കാൻ വന്ന ഉമ്മമാരെ, ഒരു കാരണത്തിന്റെ പേരിൽ നമുക്ക് നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുത്താൻ നിർവാഹമില്ല. കല്യാണത്തിന്റെ പേരിലേകട്ടെ, അത്താഴത്തിന്റെ പേരിലേകട്ടെ, മൈലാഞ്ചിയുടെ പേരിലേകട്ടെ, നിന്റെ മേക്കപ്പിന്റെ പേരിലേകട്ടെ, അതല്ലാത്ത വയലിന്റെ പേരിലേകട്ടെ, സിയാറത്തിന്റെ പേരിലേകട്ടെ, കാരണം എന്തെങ്കിലും ആകട്ടെ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നൊരു അമല് ലോകത്ത് വേറെ പറയാനില്ല. അതുകൊണ്ട് ആ മഹാനായ അബുൽ ലൈത്ത് റഹിമഹുല്ലാഹ് 50-ാമതായി എണ്ണിയത് എന്താണ് എന്നറിയോ, വിജയം കൈവരിച്ച മഹാന്മാരാണോ, നിസ്കാരങ്ങളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണേ, ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ മനഃപൂർവ്വം ഒരൊറ്റ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിക്കൂടാ. ഉറങ്ങിപ്പോകല് സാധാരണയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും ഉറങ്ങിപ്പോകുന്ന സ്വഭാവം അധികരിപ്പിക്കണ്ട. ഉറങ്ങിപ്പോയതാണോ അല്ല ഉറങ്ങിയതാണോ എന്നറിയാൻ കഴിയുന്ന റബ്ബാണ് അല്ലാഹ്. അവനെ വഞ്ചിക്കാനുള്ള നിർവാഹമില്ല, അവന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല. തൽക്കാലം ഉസ്താദിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വഴിയുണ്ടാകാം, ഖളിയാരുടെ മുന്നിൽ രക്ഷപ്പെടാൻ വഴിയുണ്ടാകാം, ഇഷ്ടപ്പെടുന്നവരെ മുന്നിൽ രക്ഷപ്പെടാൻ വഴിയുണ്ടാകാം. ശേഷിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നിനക്കൊന്നും മറച്ചു വെക്കാനുള്ള നിവൃത്തിയില്ല. ഇനി നഷ്ടപ്പെട്ടാലോ, കാരണത്തോടെ നഷ്ടപ്പെട്ടാലും ഈമാനുള്ളവനാണോ, അവന്റെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ ടെൻഷൻ മാറൂല, അവന്റെ വിഷമം തീരൂല. അതുകൊണ്ട് ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും രാത്രിയിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അറിയാതെ സുബ്ഹിന്റെ സമയം അല്പമങ്ങ് വൈകിപ്പോയപ്പോ സഹാബത്തിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെപ്രാണപ്പെട്ടു പോയി. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലില്ലേ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞ ഹദീസിലില്ലേ, എത്രയാ അവര് സങ്കടപ്പെട്ടത് ഇതറിയോ, എത്രയാ അവര് വിഷമിച്ചത് ഇതറിയോ. ജീവിതത്തിൽ ഒരൊറ്റ സുബഹി നഷ്ടപ്പെട്ടു പോയപ്പോ, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസത്തെ സുബഹിന്റെ സമയം അല്പം വൈകിപ്പോയപ്പോ സഹാബത്തിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. ആര് സമാധാനിച്ചിട്ടും സമാധാനം വരുന്നില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചിട്ട് പോലും സഹാബത്തിന്റെ മനസ്സിൽ സമാധാനം വന്നില്ല. എന്താ കാരണമെന്നല്ലേ, നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ വലിയ ബേജാറായി പോയി.
നിസ്കാരം എന്ന അമല് അത് ചെറിയ അമലല്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് പറയുന്നു, ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ. ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മോനെ, നിസ്കാരം എന്ന് പറയുന്നത് നിന്നെ തിന്മയിൽ നിന്ന് തടയുന്നതാണ്, അരുതായ്മകളിൽ നിന്ന് തടയുന്നതാണ്, വേണ്ടാത്ത വീണ്ടും വിചാരങ്ങളിൽ നിന്ന് തടയുന്നതാണ്, വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് തടയുന്നതാ. അത്ര വലിയ പവറുള്ള അമല. ഒരാഖിറത്തിലെത്തിയാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന രംഗം ഏതാണ് എന്നറിയോ? അള്ളാന്റെ കോടതിയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ ഏതാണ് എന്നറിയോ? അസ്വലാ. അതും നിസ്കാരം തന്നെ. അതുകൊണ്ടാ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ കടക്കുകയാണ്. തീക്കുണ്ടാരത്തിലെത്തിയിട്ട് എനിക്ക് തീക്കുണ്ടാരത്തിന്റെ ഉള്ളിലും സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ ഒന്ന് സാഷ്ടാംഗം ചെയ്യണമല്ലോ അല്ലാ. ആരോടും അക്രമം ചെയ്തതിന്റെ പേരിലല്ല, ഒരാളെയും കുറ്റപ്പെടുത്തിയതിന്റെ പേരിലല്ല, ഒരാളെയും മികഴ്ത്തിയതിന്റെ പേരിലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്തു തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിലാ. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിലിട്ടിട്ടും മഹാനവറുകളാ തീക്കുണ്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുന്നത് ഖിബില എങ്ങോട്ടാ. ഇനി അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ അബുൽ അംബിയാ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും ഒരു യാത്രയിലാണ്. അപ്പോഴാ ഭരണാധികാരി വിളിക്കുന്നത്. ആരെയാ വിളിക്കുന്നത് എന്നറിയോ? സാറാ ബീവിയെയാണ്. എന്തിനാ വിളിക്കുന്നത് എന്നറിയോ? സാറാ ബീവിയെ വിവാഹം കഴിക്കാനാണ്. ആര്യ ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹ മഹദി, അതേ മഹാനായ അബുൽ അംബിയാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യയല്ലേ. ആ ഭാര്യയെ വിളിച്ചു കൊണ്ടുപോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പണി എന്താണ് എന്നറിയോ? കൊട്ടാരത്തിന്റെ പുറത്ത് വെച്ചിട്ട് സിട്ടാവായ റബ്ബിന് സുജൂദ് തന്നെ. അവന്റെ മുന്നിൽ സാഷ്ടാംഗം തന്നെ. അത്ര വലിയ അമല മുസ്ലിമേ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവര് നമ്മുടെ നാടുകളിലുള്ളൂ, നമ്മളെ കൂട്ടത്തിലുള്ളൂ, കൂടെ ജീവിക്കുന്ന കൂട്ടുകാരിലുള്ളൂ. ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടാൻ അത് മാത്രം മതിയായി പോയി. അതുകൊണ്ടാ മുസ്ലിമേ, നായയായി പടക്കപ്പെട്ട ജീവിയെ കണ്ടാ സുജൂദിയിൽ സുന്നത്തില്ല. നായയായി പടക്കപ്പെട്ട ജീവിയെ കണ്ടാ സുജൂദിയിൽ സുന്നത്തില്ല. പന്നിയെ കണ്ടാൽ സുജൂദിയിൽ സുന്നത്തില്ല. വിരൂപനായ ഒരാളെ കണ്ടാ സുജൂദിയിൽ സുന്നത്തില്ല. ആരെ കണ്ടാലും സുജൂദിയിൽ സുന്നത്തില്ല. സുജൂദിയിൽ സുന്നത്താണ് ആരെ കണ്ടാൽ. ആ മുസ്ലിമിനെ കണ്ടാലും സുജൂദിയിൽ സുന്നത്തില്ല. അവർക്ക് വിശ്വാസം കിട്ടിയില്ലല്ലോ, അൽഹംദുലില്ലാഹ് എനിക്ക് സുന്നതി സുജൂദ് വിശ്വാസം കിട്ടിയല്ലോ, എനിക്ക് അല്ലാഹു ഈമാൻ തന്നല്ലോ എന്ന് പറഞ്ഞ് സുജൂദിയിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്നാ മുസ്ലിമായ ഒരാള് നിസ്കരിക്കാറില്ലെങ്കിൽ, നിസ്കരിക്കാത്തൊരുത്തൻ കണ്ണിൽപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാഹ് അവൻ നിസ്കരിക്കുന്നില്ല. എനിക്ക് എന്റെ റബ്ബ് കൃത്യമായി നിസ്കരിക്കാനുള്ള സമ്മതം തന്നല്ലോ, അതിനവസരം തന്നല്ലോ എന്ന നിലക്ക് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനെ കണ്ടാ സുജൂദ് ചെയ്യൽ സുന്നത്താണ് കേട്ടോ. എത്ര വലിയ അമല് വേറെ പറയാനില്ല. ഇസ്ലാമിക ഭരണകൂടത്തില് നിസ്കരിക്കാത്തവന് ഒരു വിലയും പറയാനില്ല. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമാണോ, അവിടങ്ങളിൽ നിസ്കരിക്കാത്ത മുസ്ലിമാണോ, അവന്റെ അതേ ശരീരത്തിനും വില പറയാനില്ല. ഞാനിപ്പോ വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ടാ മഹാന്മാരായ പതി ഔലിയാക്കള് അവര് തീക്കുണ്ടാരത്തിന്റെ ഉള്ളിലെത്തിയിട്ട് പോലും ചിന്തിക്കുന്നത് 2 റക്അത്ത് നിസ്കരിക്കാൻ എന്ത് വകുപ്പാണ്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് മറന്നുപോയോ? മഹാനായ ഇബ്രാഹിമുൽ ആജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തീക്കുണ്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നതാ മഹാനവറുകൾ 2 തട്ടമെടുക്കുന്നു, 2 കയ്യിലേക്ക് കൊടുക്കുന്നു. ഒന്ന് കത്തിക്കരിഞ്ഞു പോയി,
ഏതാ കരിഞ്ഞു പോയത് എന്നറിയോ? യഹൂദിയുടെ ശരീരം പൊതിഞ്ഞിരുന്ന ആ തട്ടം മുഴുവനായും കരിഞ്ഞുപോയി. ആ തട്ടത്തെ പൊതിഞ്ഞതായിരുന്നു മഹാനവറുകളുടെ തട്ടം. ആ തട്ടം ഊരിയെടുത്തു നോക്കുമ്പോ ഉള്ളില് തട്ടം കാണാനില്ല. കരിഞ്ഞുപതാ കരിയായി പോയി. അപ്പോഴാ മഹാനായ ഇബ്രാഹിമുൽ അജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പറഞ്ഞത്, മോനെ ഇങ്ങനെയാ വിശ്വാസമുള്ളവൻ നരകത്തിലെത്തിയാലും തീയിലെത്തിയാലും അവനെ തീക്കരിക്കൂല. ഈമാനില്ലാതെ ചത്തുപോയാലോ അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അതുകൊണ്ടാ ഈമാനുള്ള വിശ്വാസികളെ അതേ സ്വർഗത്തിന് ചോദിക്കാനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ആദ്യം നമുക്കുണ്ടാകേണ്ട നിബന്ധന എന്താണ് എന്നറിയോ? ഈമാനിന്റെ വെളിച്ചമാ. അല്ലാഹ് ഞങ്ങൾക്ക് ആ വെളിച്ചം തന്ന് നീ അനുഗ്രഹിക്കണം റഹ്മാനെ.